പ്രൈസ് ലോർഡ്. ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിന് സന്തോഷമായിരിക്കുന്നെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ചാനലിലൂടെ കടന്നു വരുന്ന ഓരോ സാക്ഷ്യങ്ങളും ഓരോ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരുന്നുണ്ട്. ആദ്യോട് അന്തം നിങ്ങൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധയോടെ കേൾക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് ആത്മീയ അനുഗ്രഹത്തിന് കാരണമായി തീരും. ഓരോ ജീവിതങ്ങളുടെയും സാക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ്. അതൊക്കെ നമ്മൾക്ക് വളരെയധികം അനുഗ്രഹമാണ്. നമ്മുടെ കർത്താവിൻ്റെ പ്രവൃത്തി, കർത്താവിൻ്റെ മഹിമ, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ വിശ്വസ്തത, കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളെല്ലാം സാക്ഷ്യങ്ങളിലൂടെ, പലവിധ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ അവൻ ഇന്നും എന്നേക്കും അനന്യനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. മാറിപ്പോകാത്ത കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് നമ്മോടൊപ്പം അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യം ഷെയർ ചെയ്തതിന് കടന്നു വന്നിരിക്കുന്നത് പ്രിയ കർത്താവിൻ്റെ ദാസൻ രാജേഷ് ആണ്. പെരുവ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന്. ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ വളരെയധികം സ്നേഹത്തോടെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ സന്തോഷമായിരിക്കുന്നല്ലോ? ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിന് ഞങ്ങൾക്ക് ഒത്തിരിയധികം സന്തോഷമുണ്ട്. ദേവദാസിനെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹത്തോടു കൂടെ ആയിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നമേ നമുക്ക് ദൈവത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ കരുണ, അങ്ങയുടെ വിശ്വസ്തത, അങ്ങയുടെ ദയ എത്ര വലുതാണ് കർത്താവെ. അതിനെ ഓർത്തങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളെ നടത്തുന്ന വിധങ്ങളും വഴികൾക്കുമായി സ്തോത്രം. ഞങ്ങളെ രക്ഷിച്ച വിധത്തിനായി സ്തോത്രം. കർത്താവെ, സമ്പൂർണ്ണമായ കരങ്ങളിൽ ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിയാട്ട് കർത്താവെ, ഞങ്ങളുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാൻ ദൈവം സഹായിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം ജോയ്സ് ടിവിയിൽ വീണ്ടും ലഭിച്ചതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോയ്സ് ടിവിയിൽ കൂടെ അനേകർക്ക് ഈ സാക്ഷ്യങ്ങളെല്ലാം പ്രയോജനമാക്കി എത്തേന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് രാജേഷ് CR എന്നാണ്. എൻ്റെ സ്വദേശം മരടായിരുന്നു. അച്ഛൻ്റെ സ്വദേശം കൊല്ലുരുന്തിയും അമ്മയുടെ സ്വദേശം എളമക്കരയുമാണ്. അല്പസമയം ഞാൻ ബാല്യകാലത്തെ കാര്യം പറഞ്ഞിട്ട് ജഗത്തിൽ മുമ്പോട്ട് കിടക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അച്ഛനും അമ്മയും സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത്. അമ്മ കത്തോലിക്ക കുടുംബത്തിലും അച്ഛൻ SNDP കുടുംബത്തിലുമായിരുന്നു. വിവാഹശേഷം അമ്മയുടെ വീട്ടുകാര് വളരെയധികം ശക്തമായിട്ട് എതിർപ്പായി. അവരുമായിട്ടൊരു സഹകരണമില്ലാത്ത രീതിയിൽ അമ്മയുടെ വീട്ടിൽ 3 ആങ്ങളമാരും അമ്മയുമാണ്. ഒറ്റ മകളായതുകൊണ്ട് അവർക്ക് ഭയങ്കര ദേഷ്യമായി. അങ്ങനെ അവരുമായിട്ട് സഹകരണമില്ലാതെ മാറിപ്പോകുന്ന ഒരു അനുഭവം വന്നു. പിന്നെ അച്ഛൻ്റെ വീട്ടിലും വളരെ എതിർപ്പാണ്. അച്ഛൻ്റെ ചേട്ടനും അച്ഛൻ്റെ പെങ്ങളും മാത്രമാണ് സഹകരണം ഉണ്ടാകുക. ബാക്കിയുള്ളവരൊന്നും സഹകരണം ഇല്ലാതെ ചെറുപ്രായം മുതൽ തന്നെ ഒറ്റപ്പെടൽ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ തന്നെ സാമ്പത്തികമായി അമ്മ വീട്ടുകാർ സാമ്പത്തികമായി ചുറ്റുപാടുള്ളവരാണ്. അച്ഛൻ്റെ വീട്ടിലും തെറ്റില്ലാത്ത രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവർ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ശരിക്കും സാമ്പത്തിക മേഖലയിൽ വലിയ ഞെരുക്കത്തോടു കൂടെയാണ് അച്ഛൻ്റെയൊക്കെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. അപ്പൊ എന്നെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് വളരെ പട്ടിണിയിലൂടെയൊക്കെ മാതാവ് കടന്നു പോകേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് 6 മാസമൊക്കെ വയറുള്ള സമയത്തും അമ്മച്ചി കരികല്ല് കുത്താൻ പോയിട്ടാണ്. ആ സമയത്ത് അച്ഛന് വയ്യാതെ വന്നു. അച്ഛൻ്റെ കാലിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പച്ച കൊണ്ട് നീരായി. വല്ലാത്ത അനുഭവത്തിൽ വന്നു. ജോലിക്ക് പോകാൻ കഴിയാതെ വന്നു. അപ്പൊ ആ സമയം മുതൽ വളരെ ദാരിദ്ര്യം അനുഭവിച്ച് അമ്മയും വേദന ഒരുപാട് അനുഭവിച്ചാണ് കടന്നു വന്നത്. അതിനുശേഷം പുനരുദ്ധി എന്ന് പറയുന്നതാണ് ഞങ്ങൾ മരട്ടിലേക്ക് വരുന്നത്. മരട്ടിൽ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മരടെന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നത്. അവിടെ വെച്ചാണ് ഞാൻ കർത്താവിനെ കണ്ടെത്താനുള്ളതായ ഇടയായത്. അപ്പോൾ മരട്ടിൽ വന്ന് ഞങ്ങൾ സ്ഥലം മേടിക്കുമ്പോൾ അത് ഒരു 5 സെന്റ് സ്ഥലം മേടിച്ചെങ്കിലും അച്ഛൻ്റെ കൂട്ടുകാരൻ അതിനകത്ത് അച്ഛനെ ചതിക്കുകയും പൈസ കൊടുത്തെങ്കിലും ആധാരമൊന്നും രജിസ്റ്റർ ചെയ്ത് കൊടുക്കാതെ പറ്റിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് 5 സെന്റ് സ്ഥലത്തിൽ നിന്ന് 2.5 സെന്റ് സ്ഥലം മാത്രം ലാസ്റ്റ് ലഭിച്ചു. അതിന് ആധാരം ഇല്ലായിരുന്നു. അവിടെ ഒരു ചെറിയ വീട് വെച്ച് അങ്ങനെ താമസിക്കുകയായിരുന്നു. അപ്പോൾ ജീവിതകാലത്തിൽ ആദ്യ സമയങ്ങളിലൊക്കെ വളരെയധികം ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയി. അമ്മ മെറ്റിൽ കുത്താൻ പോയി. അച്ഛന് പ്രസ്സിലെ ജോലിയായിരുന്നു. അപ്പോൾ വീടൊക്കെ 4 വർഷത്തോളം ഓലപ്പുര കിട്ടാതൊക്കെ കിടന്ന് ഇർക്കിലി മാത്രമാകുന്ന അനുഭവം, അത്രത്തോളം വെള്ളം ചോർന്ന് കിടക്കുന്ന അനുഭവം, വീട് മെഴുകാൻ പോലും പറ്റാത്തൊരവസ്ഥ. അങ്ങനത്തെ അത്രയും ഞെരുക്കത്തിലൂടെ കൂടി കടന്നുപോയി. എൻ്റെ പഠനകാലമൊക്കെ അങ്ങനെയായിരുന്നു. 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ടൂർ പോകുന്ന സമയത്ത് ഞങ്ങൾ 51 പിള്ളേരുണ്ട്. 50 പേര് പോകും. പോകാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, വീട്ടിലെ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾക്ക് പോകാൻ പോലും പൈസ ഇല്ലാത്ത അനുഭവത്തിലാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ വളരെ ദാരിദ്ര്യമായ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഞാനിതെല്ലാം പറയുന്നത് സാക്ഷ്യം പറയുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ്.
അപ്പോൾ പിന്നെ അതിന് ശേഷം ഒരു 10ാം ക്ലാസ്സിന്റെ സമയമൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ അച്ഛന് ഇത്തിരി കടം വന്നു. അതിന്റെ ബാധ്യത മുഖാന്തരം അല്പസമയം വീട്ടിന്റെ അവിടെ നിന്ന് അച്ഛന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് കടം കൊടുക്കാനുള്ളവർ എമൗണ്ട് കൂട്ടി പറഞ്ഞു. അതൊരു വല്ലാത്ത അനുഭവത്തിലോട്ടൊക്കെ വന്നു. 6,500 രൂപ എടുത്ത് അവർ 65,000 കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. നമുക്ക് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ജോലിക്ക് പോകേണ്ടതായി അന്തരീക്ഷം വന്നു. ഞാൻ വീട്ടിൽ നിന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞോടെ എൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജോലിക്ക് ഇറങ്ങി 200 രൂപ ശമ്പളത്തിൽ. പിന്നെ കടകളിൽ മാറി മാറി പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്തു. ആ ജോലിയിൽ നിന്നിരിക്കുമ്പോഴാണ് ഞാൻ വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കുന്നത്. ഇങ്ങനെ ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിച്ചു. ആ സമയത്ത് ഞാൻ ചെറിയൊരു കുറിയൊക്കെ നടത്തി. അപ്പൊ ഇച്ചിരി പൈസയൊക്കെ കയ്യിൽ വന്നു. ഞാൻ അങ്ങനെ ഈ ഓലക്കര എന്നുള്ളത് ഇത്തിരി ഓടിട്ടൊരു വീട്ടിലോട്ടൊക്കെ ആയി. അതൊന്ന് കെട്ടിയൊക്കെ എടുത്തു. 2 മുറിയൊക്കെ എടുത്തു. അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ഓട്ടോറിക്ഷ ജീവിതത്തിലേക്ക് വന്നപ്പോൾ പയ്യെ കൂട്ടുകാരായി. കയ്യിൽ ഇച്ചിരി പൈസയൊക്കെ ആയപ്പോൾ ചെറിയ മദ്യപാനങ്ങളൊക്കെ ചെറിയ രീതിയിലുണ്ടായിരുന്നു. എന്നാൽ വലിയ കുഴപ്പമില്ലാതെയൊക്കെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയി. അങ്ങനെ ഞാൻ ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരു വിശ്വാസത്തിലാണ്, ക്രിസ്തീയ പിള്ളമാരായിരുന്നു അവര് കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞു. അവർ 2 പേരുണ്ട് കുടുംബക്കാര്. അവർ 2 പേരും കർത്താവിനെ അറിഞ്ഞു. അപ്പൊ അവിടെ പ്രാർത്ഥനയൊക്കെ വെക്കുമ്പോൾ ഞാൻ വളരെ മദ്യപിക്കുന്നത് കൊണ്ട് ദേഷ്യമൊക്കെ ഉണ്ട് എനിക്ക് അവരോട്. ഞാനോട് വഴക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് പോകും. അമ്മേനെ വട്ടം പിടിച്ച് മാറ്റിക്കൊണ്ട് പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാനൊരു മതഭക്തനായിരുന്നു. SNDP ഇതിനകത്തുള്ള എല്ലാ അനുഭവങ്ങളിലും പോകും. 6 ദിവസവും അമ്പലത്തിൽ പോകും. ഞായറാഴ്ച മാത്രം അമ്പലത്തിൽ പോകാതെ ഉള്ളത്. അച്ഛനും അമ്മയായിട്ട് ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. ബാക്കി എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും, പ്രാർത്ഥിക്കും. അറിയാവുന്ന രീതിയിൽ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കും, സ്കന്ദപുരാണം അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ പുരാണ കഥകളൊക്കെ വായിക്കും. ഭയങ്കര ഭക്തിയാണ്. ആ തരത്തിലൊക്കെ പോകും. ശബരിമലയിൽ ഞാൻ 12 വർഷം മുടങ്ങാതെ പോയിട്ടുണ്ട്. പിന്നെ പഴനിക്ക് പോയിട്ടുണ്ട്, മധുരക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഒന്നും ഉണ്ടായിരുന്നില്ല. തൽക്കാലം അങ്ങ് ജീവിച്ചു പോകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. പിന്നെയും ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഞാൻ പറഞ്ഞ അയൽവക്കത്തുള്ള ആ വിശ്വാസി കുടുംബത്തിലെ മോഹനൻ എന്ന് പറയുന്നു, അദ്ദേഹം ഇന്ന് കർത്തസനിൽ ചേർക്കപ്പെട്ട എന്നെക്കാലം ഒരു വയസ്സിന് മൂത്തതാണ്, എന്നോട് സുവിശേഷം പറഞ്ഞു. ഞാനന്ന് അദ്ദേഹത്തെ ഒരുപാട് കളിയാക്കുകയും യേശു ദൈവമൊന്നുമല്ല, അവരുടെ വീട്ടിലൊരു പെങ്ങളുണ്ട്, പെങ്ങൾക്ക് ബുദ്ധിമാന്യമുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവം ദൈവമാണെങ്കിൽ അതിനെ സൗഖ്യമാക്കണ്ടേ, അവനാണെങ്കിൽ അസുഖങ്ങളുണ്ട്, അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് കളിയാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് അതുവരെയും വലിയ കുഴപ്പമില്ലാതെ ഓട്ടമൊക്കെ ഉണ്ട്. ഞാൻ അത്യാവശ്യം തെറ്റില്ലാതെ വണ്ടി ഓടുന്നു. ഏറ്റവും കൂടുതൽ ഓട്ടം എനിക്ക് മരട് ജംഗ്ഷനിലുള്ള ഓട്ടം എനിക്കാണ് കൂടുതൽ. ഞാൻ രാത്രിയൊക്കെ ഓടും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ പരിചയമുണ്ട്. രാത്രി ചിലപ്പോൾ പെൺകുട്ടികളൊക്കെ ഒരുമിച്ച് ഒറ്റയ്ക്ക് വരുമ്പോൾ മാതാപിതാക്കൾ എന്നെ കൊണ്ട് വിടും, ഞാൻ കൃത്യമായിട്ട് കൊണ്ടുവന്നാക്കണെ കൊണ്ട് അങ്ങനെ നല്ല ഓട്ടങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ സുവിശേഷം പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അതെന്താണെന്ന് എനിക്ക് അന്നറിയില്ല, ഇപ്പോഴത് മനസ്സിലാക്കുന്നത്. സുവിശേഷത്തോട് ഞാൻ എതിർത്ത് കഴിഞ്ഞ സമയം മുതൽ ഏറ്റവും കൂടുതൽ ഓട്ടം ഉണ്ടായി. എനിക്ക് വളരെ ഓട്ടം കുറയാൻ തുടങ്ങി. ഞാൻ ഫസ്റ്റ് സ്റ്റേനിൽ കിടക്കുമ്പോൾ എനിക്ക് തൊട്ടടുത്ത് കുണ്ടന്നൂർ എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ്. അവിടെ 7 രൂപയുള്ള ഒരു മിനിമം സ്റ്റോപ്പ്. എനിക്ക് മിക്കവാറും വൈകിട്ടാകുമ്പോൾ ഒരു 10 കുണ്ടന്നൂർ കിട്ടും, 70 രൂപ കിട്ടത്തുള്ളൂ. ഞാൻ 1000 രൂപ എടുത്തൊക്കെ ഓടിക്കൊണ്ടിരുന്ന ശരിക്ക് നേരെ ഓട്ടം ഡൗണായി. അപ്പൊ ഞാൻ ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ബ്ലേഡിൽ നിന്ന് പലിശയെടുത്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ തന്നെ വണ്ടിക്ക് വർഷം ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലിശയൊക്കെ എടുത്ത് ചെയ്യും. എന്നിട്ട് നമ്മൾ കുറച്ച് അടക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ എനിക്ക് ആ സമയത്ത് ഒരു 10-30,000 രൂപയോളം കടമുണ്ടായിരുന്നു. പക്ഷെ അടച്ചു പോകും, മുടക്കൊന്നുമില്ല, കറക്റ്റ് ചെയ്ത് അടച്ചു പോകും, ഓട്ടം ഉണ്ടാകും. പക്ഷെ ഈ ഓട്ടം കുറഞ്ഞപ്പോൾ അതങ്ങനെ അടക്കാൻ പറ്റാണ്ടായിട്ട് വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വൈഫ്, രേഖ എന്നാണ് പേര്. ഞാൻ അച്ഛനമ്മക്ക് ഒറ്റ മകനാണ്, എനിക്ക് പെങ്ങന്മാരില്ല. പിന്നെ അപ്പൊ അതുകൊണ്ട് ഒരു വിവാഹത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ എനിക്ക് ഇപ്പൊ വേണ്ട 29 വയസ്സായിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് ഉന്നയിച്ചതാണ്. പക്ഷേ എൻ്റെ വൈഫ് അവിടെ അടുത്തൊരു കടയിൽ വന്നപ്പോൾ എനിക്ക് കണ്ടങ്ങനെ ഇഷ്ടപ്പെട്ടു. ഞാൻ വീട്ടുകാരോട് പറഞ്ഞു. അവർ SNDP കുടുംബത്തിൽ തന്നെയാണ്. അങ്ങനെ അവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വൈഫിന് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അന്ന് ഞങ്ങൾക്കൊരു ബാത്റൂമൊന്നും ഇല്ല, ഓലപ്പര കൊണ്ട് കെട്ടിയൊരു ബാത്റൂമേ ഉള്ളൂ. വൈഫ് പറഞ്ഞൊരു ബാത്റൂം വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അത് മാത്രം അവളൊരു ഡിമാൻഡായിട്ട് പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ശരി. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, എടാ ഇവിടെ TV ഇല്ല, അവരുടെ വീട്ടിൽ TV ഉണ്ട്, മിക്സി ഇല്ല, അങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതിനെല്ലാം നമ്മൾ ചെയ്തത് പേടിയിൽ നിന്ന് എടുത്ത് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തു. കാര്യങ്ങളൊക്കെ നന്നാക്കി വിവാഹം കഴിഞ്ഞു. പക്ഷെ വിവാഹം കഴിഞ്ഞ അല്പകാലം മുമ്പോട്ട് പോയപ്പോൾ ഈ ഓട്ടം കുറയുകയും ചെയ്തു. വിവാഹത്തിനോട് ബന്ധപ്പെട്ട് ഒരുപാട് മുടക്കൾ എടുക്കേണ്ടതായിട്ട് വന്നു. പിന്നെ അതുപോലെ എൻ്റെ വൈഫിന്റെ വീട് പുതിയ കാവിലാണ്. വൈഫിന്റെ വീട്ടിലാണെങ്കിൽ അവിടുത്തെ അമ്മ കിഡ്നി ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ എനിക്കിടക്ക് പോകേണ്ടതായിട്ടുണ്ട്. അച്ഛൻ ഷാപ്പിൽ ജോലി ചെയ്യാം. പിന്നെ ഒരു ആങ്ങളെയുണ്ട്, അനിയത്തിയുണ്ട്.
അപ്പൊ ഞാനവിടെ കയറി ചെന്നത് കൊണ്ട്, അങ്ങനെ ആ കുടുംബത്തിൽ ആദ്യമായിട്ടൊരു ആളായിട്ട് ചെന്നത് കൊണ്ട് എന്തൊരാവശ്യം വന്നാലും ഞങ്ങൾ പുതിയകാവും തൃപ്പൂണിത്തുറയായിട്ടൊരു 5 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഓടി ചെല്ലേണ്ടതായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഓടാനിരിക്കണ പെട്രോൾ അടിച്ചിരിക്കണ പൈസ ആയിട്ടേക്ക് ചിലപ്പോൾ അങ്ങോട്ട് പോകണം. അവിടെ ചെല്ലുമ്പോൾ ഹോസ്പിറ്റൽ കേസ് വരും. അങ്ങനെ പൈസ കയ്യിൽ നിന്ന് പിന്നെ ചെലവായി പോകുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ഈ വിവാഹം വന്ന സമയത്ത് ഞങ്ങളുടെ അമ്പലത്തിലെ ശാന്തി എന്നോട് പറഞ്ഞു, രാജേഷ് ഈ കല്യാണം വേണ്ട, നിങ്ങളുടെ നാളുകൾ തമ്മിൽ ചേരത്തില്ല, നിങ്ങളിൽ ആരെങ്കിലും ഒരാള് മരിച്ചു പോകും, രേഖയുടെ നാള് വൈഫിന്റെ നാള് മകയിലും എന്റെ നാളെ വിട്ടുപോകണം. ഇന്ന് ശാന്തിമാരോട് ചോദിച്ചാൽ അവരത് പറയും, ചേരത്തില്ലെന്ന് പറയും. പക്ഷേ ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എനിക്കതൊന്നും വിഷയമല്ലായിരുന്നു. അങ്ങനെ വിവാഹം കഴിക്കാൻ തീരുമാനം എടുത്തത്. വിവാഹം കഴിഞ്ഞ് ഈ ഓട്ടം കുറയാൻ തുടങ്ങിയപ്പോൾ നമുക്കതൊരു ബാധ്യതയാകാൻ തുടങ്ങി. അപ്പൊ വൈഫിന്റെ സ്വർണം കൊണ്ടേക്ക് കുറച്ച് പണയം വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് എടുക്കാൻ പറ്റാണ്ട് വന്നു, അത് വിൽക്കാൻ തുടങ്ങി. അപ്പൊ ശരിക്കും ഓരോ ദിവസം അതിനൊക്കെ മദ്യപാനം, ഈ ടെൻഷൻ വരുമ്പോൾ മദ്യപാനം കൂടാൻ തുടങ്ങി. അങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് എന്നാൽ അമ്പലത്തിൽ പോകും, പ്രാർത്ഥിക്കും. അപ്പൊ ഇതിനിടയിൽ ഞങ്ങളൊക്കെ ഹിന്ദുവിശ്വാസത്തിൽ നിൽക്കുമ്പോൾ പറയുന്നത്, പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ നാളുദോഷമാണ്, അതിനുവേണ്ടി ക്രിയ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പൂജകൾ ചെയ്യിപ്പിച്ചു. ഒരുപാട് നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെ നമ്മുടെ ജാതകം വെച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ വെച്ച് പല ആൾക്കാരുടെ അടുത്ത് ചെല്ലും. ഓരോ അടുത്ത് ചെല്ലുമ്പോൾ ഓരോ പ്രതിവിധി പറയും. അപ്പൊ അതിനും നമ്മൾ കടം മേടിച്ച് പ്രതിവിധി ചെയ്യും. പ്രതിവിധി ചെയ്യുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടിക്കൂടിയേ വരുന്നത് ഓരോ ദിവസം. അങ്ങനെ ഇരിക്കെ എന്റെ വൈഫ് പ്രഗ്നന്റ് ആയി. അപ്പൊ പിന്നെയും നമുക്ക് ചെലവ് വർദ്ധിച്ചു. അതിനനുസരിച്ച് പിന്നെയും പ്രശ്നങ്ങൾ കൂടിയേ വരുന്നത്. ഞങ്ങളുടെ മകള് ജനിച്ച്, മൂത്തത് മകളാണ്. മകള് ജനിച്ചതിന് ശേഷം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവളിടയ്ക്ക് ഇങ്ങനെ വല്ലാണ്ട് മൂക്കിക്കൂടി വായിക്കൂടി ഇങ്ങനെ ഛർദ്ദിക്കുന്ന രീതിയിലുള്ള അനുഭവം വരും. അപ്പൊ ആദ്യം ഞങ്ങൾ വലിയ കാര്യമൊക്കെ ഇല്ല. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അന്വേഷിച്ചപ്പോൾ ഡോക്ടറെ കാണിക്കാൻ എല്ലാവരും പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ തൃപ്പൂണിത്തുറയില് വിജയകുമാരൻ മേനോൻ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട്. അവിടെ വിജയൻ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്, കുട്ടികളുടെ ഡോക്ടറാണ്. അവരെ കൊണ്ട് കാണിച്ചു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു, ഇത് ഹാർട്ടിനും വാൽവിനും ഹോളുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ 1.5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് അന്നേരം കടമായിട്ടുണ്ട് എല്ലാം കൂടെ. അപ്പൊ 1.5 ലക്ഷം രൂപ കടവും 1.5 ലക്ഷം രൂപ കുഞ്ഞിന്റെ അസുഖത്തിന് വേണ്ടി ചികിത്സയ്ക്കും വേണം. ഞാന് പോകാത്ത അമ്പലങ്ങളില്ല, പള്ളികളില്ല. എന്റെ കൂട്ടുകാർ മുസ്ലിങ്ങളുണ്ട്, അവരുടെ കൂടെ മുസ്ലിം പള്ളിയിൽ പോയിട്ടുണ്ട്. കാഞ്ഞിരോറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊടികുത്തിന് പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും സ്നേഹിച്ച് പോയ ഒരാളാണ്. അപ്പൊ എന്ത് ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനമോ സന്തോഷമോ, അപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞിന്റെ അവസ്ഥകൾ, പണിയെടുത്തിട്ട് ഒരു പൈസയും കയ്യിൽ നിൽക്കുന്നില്ല, അങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ജീവിതം പോയി. ഈ കടം കയറി വന്നപ്പോ പലിശക്കാരൊക്കെ വിഷയം ഉണ്ടാക്കാൻ തുടങ്ങി. ഓരോ ആൾക്കാരും വന്ന് നമ്മളെ വളരെയധികം ആൾക്കാരുടെ മുന്നിൽ, അതുവരെയും നമ്മൾ ഒരുപാട് ഘട്ടത്തിലൂടെ വന്നതാണ്. ഒരു കണക്കിനൊന്ന് രക്ഷപിടിച്ച് കയറി വരുന്ന സമയത്താണ് ഇങ്ങനെ വീണ്ടും ഒന്നും കൂടി കുഴിയിലേക്ക് വീഴുന്നത്. അപ്പൊ എല്ലാവരുടെയും മുമ്പിൽ നമുക്ക് അപമാനങ്ങൾ ഏൽക്കാൻ തുടങ്ങി. എന്റെ കൂട്ടുകാരനായിരുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു, ദാസ് എന്നാ പേര്. ഞാൻ അദ്ദേഹത്തോട് ഒരു 20,000 രൂപ എടുത്തിട്ടുണ്ടായി. അതിന്റെ പലിശ കൊടുക്കാതെ വന്നു. പിന്നെ അദ്ദേഹം മുതൽ ചോദിച്ചു, എനിക്ക് രണ്ടും കൊടുക്കാൻ പറ്റാണ്ട് വന്നു. ഞാൻ ലാസ്റ്റ് മുതൽ കുറെ പൈസ ആയിട്ട് കൊടുത്തു. ഞാൻ ആദ്യം കൊടുത്തു, ബാക്കി കുറച്ച് പൈസ ബാക്കി ഉണ്ടായി. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കല്യാണ വീട്ടിൽ വെച്ച് എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ജീവനോട് ഉണ്ടെങ്കിൽ ഇന്ന ദിവസം തന്നേക്കാം എന്നൊരു ഡേറ്റ് പറഞ്ഞു അവനോട്. അപ്പൊ എന്റെ കയ്യിൽ കൊടുക്കാൻ ഒരു വഴിയില്ല, കാരണം വൈഫിന്റെ സ്വർണം കംപ്ലീറ്റ് പോയി. വണ്ടിയാണെങ്കിൽ പണിയോട് പണിയാണ്, എന്ത് ചെയ്താലും പണിയാണ്. നമ്മൾ ഓടിക്കൊണ്ടുവരുന്ന പൈസ മെക്കാനിക്കിന് കൊടുക്കാനേ പൈസയുള്ളൂ, അല്ലെ സാധനം മേടിക്കാൻ. അപ്പൊ ശരിക്കും അന്നേക്കുള്ള അരി മേടിച്ച് എന്തെങ്കിലും കഞ്ഞി കുടിച്ച് പോരാന്നല്ലാതെ നമുക്ക് കടക്കാർക്ക് കൊടുക്കാനൊന്നും പറ്റാതെ വന്നു. പിന്നെ ഞാൻ കടക്കാരെ പേടിച്ച് രാവിലെ വണ്ടി ഓടിക്കത്തില്ല. രാവിലെ വണ്ടി ഓടിക്കാതെ മാറ്റിയിട്ടിട്ട് രാത്രിയാകുമ്പോൾ അന്നേരം ബ്ലേഡുകാരൊക്കെ വന്ന് പോകും, എന്നിട്ട് രാത്രി കിടന്ന് ഓടും. അങ്ങനെ ഓടാൻ തുടങ്ങി. ഇതിനിടയിൽ കടയിൽ പലചരക്ക് കടക്കാരോട് പറ്റു മേടിച്ചിട്ടുണ്ടായി, അത് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ അവരുടെ സൈഡിൽ കൂടി പോകുമ്പോൾ ഞാൻ സൈഡ് കർട്ടൻ, മഴക്ക് കൊള്ളാതിരിക്കാൻ വെക്കണ സൈഡ് കർട്ടൻ ഇങ്ങനെ അവർ കാണാത്ത അങ്ങനെ കാണാതെ പോകും. ഇങ്ങനെ എല്ലാം കൊണ്ട് മനസ്സ് വല്ലാത്ത അനുഭവത്തിലൂടെ കടന്നു വന്നു. അപ്പോഴും പ്രാർത്ഥന കുറയുന്നില്ല, അമ്പലത്തിൽ മുടങ്ങാതെ പോകുന്നുണ്ട്. ഓരോ സ്ഥലത്തും കൊണ്ടുപോയി നമ്മൾ ഓരോ കാര്യങ്ങൾ കൊടുക്കും. ഞാൻ നേരെ തൃപ്പൂണിത്തുറ ഒരു അമ്പലമുണ്ട്, ഫേമസ് അമ്പലം. ആ അമ്പലത്തിന്റെ അവിടെ ചെന്ന് പ്രാർത്ഥന കൊടുക്കുമ്പോൾ ആദ്യമൊക്കെ ചെല്ലുമ്പോൾ ഒരു 10 രൂപ ശാന്തിക്ക് കൊടുക്കും. 10 രൂപ കൊടുക്കുമ്പോൾ അദ്ദേഹം എനിക്ക് പഴവും ഇതിനകത്ത് ഇലയിലൊക്കെ വെച്ച് ഇങ്ങനെ തരും. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ പൈസ ഇല്ലാതെയായി. അപ്പൊ ഞാൻ 5 രൂപയാക്കി. അപ്പൊ അദ്ദേഹം പഴം മാറ്റി കുറച്ച് ഇലയിൽ ചന്ദനം ഇത് മാത്രമാക്കി തന്നു. പിന്നെയും കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പൈസ ഒന്നും ഇല്ലാണ്ടായി. അപ്പൊ ചന്ദനം ഇങ്ങനെ എറിഞ്ഞു തരാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഓരോന്ന് പഠിക്കാനുള്ള അനുഭവങ്ങളായിരുന്നു. ഈ ലോകത്തിലെ മതങ്ങൾ നമ്മളെ സ്നേഹിക്കുന്ന അനുഭവങ്ങളെ കുറിച്ചുള്ള ഒരു അറിവായിരുന്നു. പിന്നെ അവരങ്ങോട്ട് നമ്മളോട് പൈസ മേടിക്കുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ എവിടെയെങ്കിലും ഒരു രക്ഷ കിട്ടണമല്ലോ, അതിനുവേണ്ടി ഓരോ വഴിക്കും പോകും. ഏതെല്ലാം സ്ഥലങ്ങൾ, ഞങ്ങളുടെയൊക്കെ
ഒരുപാട് ഭക്തി കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ ഞങ്ങളെല്ലാം പോകും. ഞാൻ ചാലക്കുടി ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ പോയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സമാധാന സന്തോഷം കിട്ടിയില്ല. അപ്പൊ ഞാൻ ഈ കടക്കാരെ ഏറി വന്നപ്പോ വണ്ടി കൊണ്ടേ കുണ്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് ഇട്ടിട്ട് അവിടെ നിന്ന് ബസ് കയറി എറണാകുളത്ത് പോകും, എറണാകുളം ഹൈക്കോർട്ടിന്റെ അവിടെ. അപ്പൊ എനിക്ക് തന്നെ ജീവിക്കണ്ടെന്ന് തോന്നി. അപ്പൊ ഞാൻ ഒരു ദിവസം മരിക്കാന്നുള്ള തീരുമാനത്തോടെ ഹൈക്കോർട്ടിന്റെ അവിടെ പോയി ഇങ്ങനെ അവിടെ കായൽ തീരത്ത് കാവ് കെട്ടിയിട്ട് അതിന് ഇങ്ങനെ കിടന്നിട്ട് ഞാനിങ്ങനെ ആകാശത്തേക്ക് നോക്കാം. അപ്പൊ ഞാൻ വിളിച്ചിരുന്ന വെച്ചാൽ ദൈവങ്ങളുടെ കുറെ ഇതൊക്കെ പോലെ എനിക്ക് ആകാശത്ത് ഇങ്ങനെ മേഘത്തിൽ കൂടെ കണ്ടപ്പോ ഞാൻ അവരൊക്കെ ചോദിക്കും, എന്നെ ഒന്ന് രക്ഷിക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഒരു അനക്കവും ഇല്ല, ഒന്നും പറയണമെന്നില്ല. ഞാൻ അങ്ങനെ തിരിഞ്ഞ് കുറെ നേരം കഴിഞ്ഞ് സങ്കടത്തോടെ എണീറ്റ് ഇങ്ങനെ തിരിയുമ്പോ അവിടെ പള്ളിക്കാരുടെ ഒരു കൺവെൻഷന് വേണ്ടി വലിയൊരു പന്തലിടുക. അപ്പൊ അവിടെ ഒരു വാക്യം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ അന്ന് ആ വാക്യം എനിക്ക് അന്ന് അറിയത്തില്ല. അതിനു മുമ്പ് ഞാൻ കടയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാട്ട്, പക്ഷെ ഇന്ന് ആ പാട്ടിന്റെ അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാകുന്ന. അന്ന് തന്നെ ആ പാട്ട് വല്ലാണ്ട് സ്വാധീനിച്ചു. ആ പാട്ട് എങ്ങനെയാണ്, വരിക വരിക യേശുവെ എന്നിൽ വന്ന് നിറയൂ നീ, ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാനെന്നും പറഞ്ഞു. ഞാൻ അന്ന് എഴുതി വെച്ച ആ പാട്ട് പഠിച്ചു. ആ കടയിൽ പോയി തുടങ്ങിയ ആദ്യ സമയത്ത് അതെന്നെ അതുപോലെ സ്വാധീനിച്ചു. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇന്നറിയാതെ രക്ഷിക്കപ്പെടുന്ന ഒരു പാട്ടാണ് യഥാർത്ഥത്തില്. പക്ഷെ അന്ന് എനിക്കതൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ ആ പാട്ട് എഴുതി അന്ന് തന്നെ പഠിച്ചു. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും എനിക്ക് ഈ കൺവെൻഷൻ ഒന്ന് കൂടണമെന്നുണ്ട്. പക്ഷെ കൺവെൻഷന് കൂടാനായിട്ട് ഞാൻ തീരുമാനം ഉണ്ടെങ്കിലും ഞാനൊന്ന് മരിക്കാൻ തീരുമാനം എടുത്തിരിക്കുക. ഞാൻ അവിടെ നിന്ന് നേരെ ബസ് കയറി വീണ്ടും തേവര എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഇറങ്ങി. അവിടെ തേവരന്ന് കുണ്ടന്നൂർക്ക് വരുന്ന പാലം പണി കഴിഞ്ഞിട്ട് അധികം കാലമായിട്ടില്ല. അവിടെ ഒരു വണ്ടിയൊന്നും ഓടി തുടങ്ങിയിട്ടില്ല. ഇന്നിപ്പോ ഒരുപാട് വണ്ടികൾ ഓടുന്ന സമയമാണ്. ഞാൻ ഒരു സന്ധ്യ ആയപ്പോൾ ഞാൻ അവിടെ ചെന്ന് ആ പാലത്തിക്കൽ കൂടെ നടന്ന് യഥാർത്ഥത്തിൽ ഈ പാലത്തിന്റെ അവിടെ വന്നിട്ട് മരിക്കാനായിട്ട് ആ വെള്ളത്തിൽ ചാടി, വലിയ പുഴയാണ്, അതിൽ ചാടി മരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ഓർമ്മ എന്നെ വന്നു. ഞാൻ വല്ലാതെ സങ്കടപ്പെട്ട് മടങ്ങിപ്പോരാനിടയായിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോന്നു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ കടക്കാരെ ഓർക്കുമ്പോൾ നമുക്ക് സമാധാനം നഷ്ടപ്പെടും. ഞാൻ വീണ്ടും അതേപോലെ തന്നെ എറണാകുളത്ത് പോയി വീണ്ടും അവിടെ ഇരിക്കും. വൈകിട്ടാകുമ്പോൾ തേവരയുടെ അവിടെ വന്നു, വീണ്ടും വന്നു, പാലത്തിലവിടെ വന്നു. അന്ന് ഞാൻ കൈവരിയുടെ പൊക്കത്ത് കയറി. ചാടാൻ പോയപ്പോൾ പോലീസ് വണ്ടി വന്നു. പോലീസുകാർ വന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ച് താഴ്ത്തിറങ്ങി. ഞാൻ ഒന്നും അറിയാത്ത പോലെ നടന്ന് വീട്ടിലോട്ട് പോകുന്നു. അപ്പൊ 2 പ്രാവശ്യത്തെ അത് നടന്നില്ല, ആത്മഹത്യയുടെ അനുഭവം. പിന്നീടാണ് ഞാൻ എന്നാൽ പിന്നെ വീട്ടിൽ എൻ്റെ വൈഫിനെ പറഞ്ഞു വിട്ടിട്ട് വീട്ടില് ഞങ്ങൾക്കൊരു ടേബിൾ ഫാൻ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ നീട്ടം കൂടാൻ വേണ്ടി വയർ ജോയിന്റ് ചെയ്തിട്ടുണ്ടായി. ഞാനത് ആ വയറിന്റെ ആ ജോയിന്റ് ചെയ്ത വശം പൊട്ടിച്ചെടുത്തിട്ട് അതിന്റെ സ്ലീവ് കളഞ്ഞിട്ട് ചെമ്പ് കമ്പി എൻ്റെ കയ്യിൽ രണ്ടും പിടിച്ചുകൊണ്ട് കറണ്ട് ഉള്ളപ്പോൾ പ്ലഗ് കുത്തി ഓൺ ചെയ്തപ്പോൾ കറണ്ട് പോയി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ എനിക്ക് ഓരോ ദിവസവും പ്രഷർ ഇങ്ങനെ കയറി വരുവാണ്. കാരണം കൊടുക്കാനുള്ള അവധി അടുക്കും തോറും എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ അവധിക്ക് കുറച്ച് ദിവസം മാത്രം ബാക്കിയാ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവസാനം ഞാൻ ചെന്ന് വിഷം മേടിച്ച് കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളുടെ അടുത്തൊരു എൻ്റെ കൂട്ടുകാരൻ്റെ കടയുണ്ട്. അവിടെ ചെന്ന് വിഷം മേടിക്കാൻ ചെന്നപ്പോൾ അവിടെ കടയിൽ നല്ല തിരക്കാണ്. അപ്പൊ അവിടെ ചെന്ന് വിഷം എങ്ങനെ ചോദിക്കുമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ തൃപ്പൂണിത്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഓട്ടോറിക്ഷ ഓടിച്ചു പോയി. RCM എന്നൊക്കെ പറഞ്ഞ ഹോസ്പിറ്റലിന്റെ അകത്ത് വളക്കടകളുണ്ട്. അവിടെ ചെന്ന് വിഷം മേടിക്കാനാണ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ എൻ്റെ അയൽവക്കത്തെ കുഞ്ഞമ്മ ചേച്ചി എന്ന് പറയുന്ന ആ ചേച്ചി ഒന്ന് മരിച്ചുപോയി. ആ ചേച്ചി അവിടെ കടയിൽ നിന്നുകൊണ്ട് ചെടിക്ക് വളം വാങ്ങിക്കാൻ നിൽക്കുവോ. അപ്പൊ എനിക്ക് വീട്ടിൽ ചെടിയൊന്നുമില്ലെന്നാ പുള്ളിക്കാരത്തേക്ക് അറിയാം. എന്തിനാണെന്ന് എന്നോട് ചോദിക്കും. ഭയങ്കര ഞാൻ എല്ലാവരോടും നല്ല സഹകരണമാണ്. അപ്പൊ എന്നോട് ഞാനതുകൊണ്ട് ആ ചേച്ചിനെ കണ്ട് ഞാൻ വണ്ടി വളച്ചുകൊണ്ട് പോകുന്നു. വീണ്ടും എൻ്റെ കൂട്ടുകാരൻ്റെ അടുക്ക് ഏകദേശം 4-5 കിലോമീറ്റർ ഉണ്ട് ഈ തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. അപ്പൊ ഈ മരിക്കാനുള്ള ആഗ്രഹത്തോടെയാണ് നമ്മൾ നടക്കുന്നത്. ഇന്ന് നമുക്കറിയാം ആ ആത്മഹത്യക്ക് വേണ്ടി ചിന്തിക്കുന്നത് പിശാചാണെന്ന്. ഞാനിത് പറയുമ്പോൾ ഇത്രയും കാര്യമായിട്ട് പറയുന്ന വേറൊന്നിനും വേണ്ടിയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആത്മഹത്യക്ക് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരിക്കലും ദൈവികമല്ല. നിങ്ങൾ അതിലോട്ട് രക്ഷപ്പെടുകയില്ല. യഥാർത്ഥത്തിൽ അത് പിശാചാണ്. സത്യത്തിൽ എനിക്ക് കറണ്ടിൽ ഇന്നും പേടിയാണ്. ആ മനുഷ്യനായ ഞാനാണ് കറണ്ടിൽ പിടിച്ചിട്ടന്ന് സ്വിച്ചിട്ടത്. അത് ദൈവം എന്നെ കണ്ടതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അപ്പൊ യഥാർത്ഥത്തിൽ പിശാച് എപ്പോഴും നമ്മളെ അങ്ങനെ കൊല്ലാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ അങ്ങനെ വിഷം മേടിക്കാൻ അവിടെ ചെന്ന് തിരിച്ച് വീണ്ടും മരട്ടിൽ വന്നു. എൻ്റെ കൂട്ടുകാരന്റെ കടയിൽ വീണ്ടും ചെന്നു. അപ്പൊ തിരക്കില്ല, ഒരു ഉച്ച സമയത്താണ്, ഒരു 12-1 മണിയായിക്കാണ്. ഞാൻ അവിടെ നിന്ന് നേരെ അവനോട് വിഷം മേടിച്ച് ഞങ്ങളുടെ മരട്ടിൽ തെക്കും ഭാഗത്ത് ഗ്രിഗോറിയൻ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് മരട്ടിൽ. ആ സ്കൂളിന്റെ അവിടെ കുറെ പറമ്പുകളുണ്ട്. ഞങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരുമിച്ച് പോയി മദ്യപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്, തിരക്കില്ലാത്ത സ്ഥലമാണ്. ഞാൻ അവിടെ പോയി ഓട്ടോറിക്ഷ അവിടെ കൊണ്ടുപോയി നിർത്തി. ഓട്ടോറിക്ഷയുടെ ബേക്ക് വശത്ത് വന്നിരുന്ന് ഞങ്ങൾക്ക് പ്ലഗ് ക്ലീൻ ചെയ്യാനുള്ള ഒരു കത്തിയുണ്ട്. ആ കത്തി കൊണ്ട് പഴം തുറന്ന് അതിനകത്തേക്ക് പൊടി മുഴുവൻ ഇട്ട് വെച്ചിട്ട് അടച്ചു വെച്ച് കഴിക്കാനിരിക്കുമ്പോൾ
അവിടെ ഒരു വലവീശുകാരൻ വന്ന് വലവീശാൻ തുടങ്ങി. അവിടെ പുഴയുടെ അതിരാണ്. പക്ഷെ അദ്ദേഹം വല വീശും, പിന്നെയും വീശും, മാറി മാറി വീശും, അദ്ദേഹം പോകുന്നില്ല അവിടെ നിന്ന്. അപ്പൊ എനിക്ക് തോന്നി ഇതെന്താണ്, ഇദ്ദേഹം സാധാരണ ഞങ്ങൾ വല വീശുകാർ എപ്പോഴും കാണുന്നു, ഒരു സ്ഥലത്ത് വീശി അവിടെ കലങ്ങി കിടക്കും, പിന്നെ വീശത്തില്ല. പക്ഷെ ഇദ്ദേഹം അവിടെ തന്നെ വീശി അങ്ങനെ നിൽക്കുവോ. അപ്പൊ എനിക്ക് തോന്നി ഞാൻ ഈ വിഷം കഴിച്ച് ഇയാളെ കിടന്ന് ഒച്ചയുണ്ടാക്കും, ആൾക്കാർ എടുത്തോണ്ട് പോകും. അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നി തൃപ്പൂണിത്തുറയിൽ തിയേറ്റർ ഉണ്ട്, അവിടെ തിരക്കൊന്നുണ്ടാവില്ല ഉച്ച സമയത്ത്, എന്ന് അവിടെ പോയിരുന്ന് കഴിക്കാന്നും പറഞ്ഞ് ഞാൻ വീണ്ടും വണ്ടി എടുത്ത് വീണ്ടും തൃപ്പൂണിത്തുറയ്ക്ക് പോയി. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, 2 പ്രാവശ്യം തൃപ്പൂണിത്തുറയ്ക്കായി പോകുന്നത്. നമ്മുടെ അകത്ത് ആ മരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും തൃപ്പൂണിത്തുറയിൽ പോയി. അന്ന് പൈസ ഇല്ലാത്ത സമയമാണ്. എന്നിട്ടും വീണ്ടും തൃപ്പൂണിത്തുറയ്ക്ക് പോയി. ഞാൻ ആ തിയേറ്ററിനകത്ത് ചെന്ന് ടിക്കറ്റ് എടുത്ത് അതിന്റെ സെൻട്രൽ ഭാഗത്താണ് ആദ്യം ഇരുന്നത്. അപ്പൊ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ വിഷം കഴിച്ച ആൾക്കാർ പിടച്ച് വീണേക്ക്. അപ്പൊ എനിക്ക് തോന്നി ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ച പിടച്ച് വീഴുമ്പോൾ ആൾക്കാർ വീണ്ടും എടുത്ത് ആശുപത്രിക്ക് കൊണ്ടുപോകും. അപ്പൊ അതിന്റെ ബാൽക്കണിയുടെ അടിവശം ഭയങ്കര ഇരുട്ടാണ് ഏറ്റവും അറ്റത്ത്. ഞാൻ അതിന്റെ ഏറ്റവും പുറകുവശത്തേക്ക് മാറിയിരുന്ന് അവിടെ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പഴവും കൂട്ടി ഈ വിഷം കഴിച്ചു. ആ വിഷം കഴിച്ച് അല്പം കഴിഞ്ഞപ്പോ എന്റെ ശരീരമൊക്കെ വിയർക്കാൻ തുടങ്ങി, എന്റെ വിറക്കണ പോലെ തോന്നി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പൊ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഇന്റർവെല്ലായി, എന്നിട്ടൊന്നും സംഭവിച്ചില്ല. അപ്പൊ എനിക്ക് ആകെ ഇതായി. ഞാൻ സിസ്റ്ററൊക്കെ വലിക്കും, ഞാൻ പുറത്തിറങ്ങി വന്നിട്ട് സിസ്റ്റർ വലിച്ചിട്ട് ഞാൻ ചിന്തിക്കുകയാണ്, ഈ കാലനില്ല കാലം എന്ന് പറഞ്ഞ് ഞങ്ങൾ പഠിച്ച സമയത്തൊരു കഥയുണ്ടായിരുന്നു, ഒരു പ്രായമായ അപ്പച്ചന്റെ. ഞാൻ അതാണ് ഓർത്തത്, എന്നെ മരണത്തിന് പോലും വേണ്ടേ, കാരണം മരിക്കാൻ ആഗ്രഹിച്ചിട്ട് പോലും ആഗ്രഹിക്കാത്ത ഒരു അനുഭവം, എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇങ്ങനെ നിരാശപ്പെട്ടു നിന്നു. അപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ വിഷം കഴിച്ചിട്ട്. ഞാൻ കഴിച്ച അതേ വിഷം കഴിച്ച് കഴിഞ്ഞ ദിവസവും പേപ്പറിൽ ഞാൻ കണ്ടു ആള് മരിച്ചു. അപ്പൊ വിഷത്തിന്റെ കുഴപ്പമല്ല, പക്ഷെ അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള വിശ്വാസി കുടുംബം ഉണ്ടെന്ന് പറഞ്ഞ അവരോട് എൻ്റെ അമ്മ എൻ്റെ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുടുംബം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ അമ്മ ആ പ്രാർത്ഥനക്ക് കടന്നു പോകുന്നുണ്ടായിരുന്നു. അമ്മ ചെറിയ സ്ഥാനപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷെ പ്രാർത്ഥനക്ക് കടന്നു പോകുമായിരുന്നു. അമ്മച്ചി പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി സഭയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ ആത്മഹത്യ ചെയ്യുള്ളൂ, അതുകൊണ്ട് സഭ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന എത്ര വലുതാണെന്ന് അവിടെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. കാരണം വിഷം കഴിച്ചകത്ത് പോയിട്ടും ഒന്നും സംഭവിച്ചില്ല. കറണ്ട് അത് പിടിച്ചുകൊണ്ട് ഓൺ ചെയ്തപ്പോ അത് ലൈൻ പോകേണ്ട കാരണം ദൈവം ആ സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും വിഷയത്തിലൊക്കെ ഭാരപ്പെടുന്നെങ്കിൽ ഒരു സഭയുണ്ട്, പ്രാർത്ഥിച്ചാൽ വിടുതൽ നടക്കുന്ന അനുഭവം ഉണ്ടെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഞാനന്ന് വിഷം കഴിച്ചിട്ട് ഒന്നും സംഭവിക്കാതെ വളരെ നിരാശപ്പെട്ട ഒരു ശനിയാഴ്ച ദിവസമാണ്, ഞാൻ വളരെ നിരാശപ്പെട്ടാണ് മടങ്ങി വരുന്നത്. അപ്പൊ ഈ എൻ്റെ അമ്മ എന്നെ ഇതിനിടയിൽ പലവട്ടം പ്രാർത്ഥനയ്ക്ക് വിളിച്ചതാ, സഭയിൽ പോകാൻ വിളിച്ചു. അന്നൊക്കെ ഞാൻ കളിയാക്കും, കാരണം എനിക്ക് പെന്തക്കോസ്ത് പ്രാർത്ഥനയോട് ഭയങ്കര എതിർപ്പാണ്. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മതങ്ങളിലും ഞാൻ പോകും, ആഘോഷങ്ങളിൽ പങ്കെടുക്കും, എല്ലാവരുടെ ആഘോഷങ്ങളിൽ കൊണ്ട് നേർച്ച കൊടുക്കും, പൈസ കൊടുക്കും, എല്ലാം ചെയ്യും. പക്ഷെ ഈ കൈയടിച്ച് പാട്ട് പാടുന്നവരോട് എനിക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. ഇന്ന് നമുക്കറിയാം എതിർപ്പിന് കാരണം എന്താന്ന്. അന്നറിയില്ല നമ്മുടെ അകത്ത് സത്യത്തെ ഗ്രഹിക്കാതിരിക്കാൻ പിശാച് നമ്മുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുന്നു ബൈബിൾ പറയുന്നു. പക്ഷെ അന്ന് നമുക്ക് ആ സത്യത്തിലേക്ക് മാത്രം നമ്മളെ അടുപ്പിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ വളരെ നിരാശപ്പെട്ട് മടങ്ങി വന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, എന്താണ് മുഖം വല്ലാണ്ടിരിക്കണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മയെ ഞാൻ ദാസിന് നാളെ പൈസ കൊടുക്കണം, എന്തെങ്കിലും ഒരു വഴിയില്ലെന്ന് പറഞ്ഞു. അമ്മ അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ എത്ര നാളായി പ്രാർത്ഥനയ്ക്ക് വിളിക്കണ, നീ പ്രാർത്ഥനയ്ക്ക് പോകാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ എൻ്റെ അമ്മയെ വീണ്ടും കളിയാക്കി. ഇത്രയും പ്രശ്നത്തിലൂടെ പോകുമ്പോഴും അമ്മയോട് ഒരു നല്ല വാക്കായിട്ട്, അല്ലെങ്കിൽ അമ്മ പറഞ്ഞൊന്ന് ശ്രദ്ധിക്കാന്നല്ല ഞാൻ ധരിച്ചത്, അമ്മയെ വഴക്ക് പറഞ്ഞു. അപ്പൊ അമ്മ വേഗം ഒരു ബൈബിൾ എടുത്തു വന്നു. അന്നത്തെ അമ്മ അപ്പുറത്തോട്ട് അടുക്കളയിലിട്ട് പോവുകയും ചെയ്തു. ഞാൻ ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള വശത്തിൽ കോലായിട്ട് അവിടെ ഇരുന്ന് വെറുതെ ബൈബിൾ ഇങ്ങനെ അലസമായിട്ടാണ് തുറന്നത്. തുറന്നപ്പോൾ സദൃശവാക്യങ്ങളിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് അന്ന് എന്നോട് സംസാരിച്ചു. ദൈവത്തിന്റെ ആത്മാവാണെന്ന് അന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ അന്ന് സംസാരിക്കുന്ന വിഷയം എൻ്റെ കുഞ്ഞിന്റെ അസുഖം മാറ്റാമെന്നോ എൻ്റെ കടഭാരം മാറ്റാമെന്നോ ആയിരുന്നില്ല. ഞാൻ അന്ന് രഹസ്യ പാപങ്ങൾ എനിക്കുണ്ടായിരുന്നു. എന്നെ ഇപ്പോഴും മരത്തിൽ ചെന്ന് അന്വേഷിച്ച് എല്ലാവരും നല്ല അഭിപ്രായം പറയത്തുള്ളൂ. പക്ഷെ എൻ്റെ ഹൃദയത്തെ വിവേചിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ടി വിയിൽ കൊണ്ടുവരുന്നത് പോലെ ഈ വചനം വായിച്ച്, ഞാൻ ഈ വാക്യപ്പെടുത്ത് പറയുന്നില്ല, ആ വാക്യം ശരിക്കും എൻ്റെ അകത്ത് സംസാരിക്കുക. അപ്പൊ ആ ഭാഗം കറക്റ്റ് ചെയ്ത് ദൈവം എന്നെ ഓർപ്പിച്ചു. ഞാൻ ആകെ കരഞ്ഞുപോയി. ഞാൻ ആദ്യമായിട്ടൊരു അനുഭവമാണ് അങ്ങനെ. ഞാൻ ആ വചനത്തിലിരുന്ന് കരഞ്ഞു, കുറേ ഇരുന്ന് കരഞ്ഞു. അങ്ങനെ എന്നെ ബൈബിൾ അടച്ചു വെച്ചു. അപ്പൊ എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് ഫോട്ടോ നിരത്തി വെച്ചിട്ടുണ്ട്, പല അനുഭവത്തിലുള്ള ഫോട്ടോകളുണ്ട്. അത് നമുക്ക് നോക്കി ഞാൻ സാധാരണഗതിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു ദിവസം എനിക്കൊന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങിയാൽ മതിയെന്ന്. പലവട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് നേർച്ച കാഴ്ചകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടൊന്നും എനിക്കൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഈ ബൈബിള് വായിച്ച അന്ന് രാത്രി ഞാൻ കിടക്കണ വഴി അങ്ങ് ഉറങ്ങിപ്പോയി, സമാധാനത്തോട് കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോ എൻ്റെ അമ്മ എന്നോട് വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുക, എടാ പ്രാർത്ഥനക്ക് വന്നുണ്ടോ?
അപ്പൊ ശരിക്കും പറഞ്ഞാൽ തലേ ദിവസം വഴക്ക് പറഞ്ഞാണെങ്കിലും അമ്മ പിറ്റേയും ചോദിച്ചു. ഞാൻ ഈ സാക്ഷി എപ്പോഴും എല്ലാവരോടും പറയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ ഒരു പ്രാവശ്യം വിളിച്ചു എന്ന് പറഞ്ഞ് അവർ വന്നില്ലെന്ന് പറഞ്ഞ് വിളിക്കാതിരിക്കരുത്. തലേ രാത്രിയിൽ ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം രാവിലെ അമ്മയുടെ കൂടെ സഭയിൽ പോയി. സഭയിൽ പോയി ഞങ്ങൾ സഭയിൽ കടന്നു ചെന്ന് തൃപ്പൂണിത്തുറ ചൂരക്കാട് ചർച്ചക്കൂട് ഗോസ്ബൽ സെന്റർ എന്ന് പറയുന്നത് സാംകുട്ടി പാസ്റ്റർ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ ചേട്ടനാണ് ആ ചർച്ചിൽ. ഞാൻ ചെല്ലുമ്പോൾ അതേ ദിവസമല്ല, വേറെ ദൈവദാസനായിരുന്നു. അപ്പൊ ഞാൻ ആ സഭയിൽ ചെന്നു. അവിടെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പുള്ള ഒരു പ്രാർത്ഥനയുടെ നടുക്ക് പോയിരിക്കുമ്പോൾ അതിന്റെ ഒരു പ്രയാസം നമുക്കുണ്ട്. കയ്യടി, ഒച്ചപ്പാട്, ബഹളം. എന്നാലും ഞാൻ അവിടെ ഇങ്ങനെ അവരെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. അവരൊക്കെ കണ്ണടച്ച അന്യഭാഷ പറയുന്നു, പാട്ട് പാടുന്നു. ഞാൻ അതൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്നു. പക്ഷെ ആ ആരാധന കഴിഞ്ഞപ്പോ ദൈവദാസൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അദ്ദേഹം ബൈബിൾ തുറന്നെടുത്ത വാക്യം, തലേ ദിവസം രാത്രി എന്നോട് സംസാരിച്ച ആ സദൃശ്യവാക്യങ്ങൾ, അതേ വാക്യം. ആ വാക്യം എടുത്തതിലല്ല എനിക്ക് അത്ഭുതം തോന്നിയത്, എന്നോട് ദൈവം സംസാരിച്ച പോലെ അദ്ദേഹം പ്രസംഗിക്കുമോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ അമ്മ അറിഞ്ഞിട്ടില്ല. അമ്മ ബൈബിൾ തന്നു എന്നുള്ളത് ശരിയാണ്, അമ്മ അടുക്കളയിൽ പോയി. ഞാൻ തുറന്ന ഭാഗം ഏതാന്ന് നമുക്കറിയത്തില്ല, ഞാനവിടെ അടയാളം വെച്ചിട്ടില്ല. പക്ഷേ കർത്താവിന്റെ ദാസൻ കൃത്യമായിട്ട് അപ്പൊ എനിക്ക് തോന്നി ഇതിൽ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കുറെ കരഞ്ഞു. ആരാധന തീർന്നവരെ ഞാൻ കരയുമായിരുന്നു. കരഞ്ഞ് ആരാധന കഴിഞ്ഞപ്പോ കർത്താവിന്റെ ദാസന്റെ അടുക്ക് വന്നു, എന്താ രാഴ്ച കരഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചെറിയ അനുഭവം ഉണ്ടായി. അപ്പൊ അദ്ദേഹത്തോട് ഇങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് എന്റെ ചെറുപ്പം മുതലേ ഞാൻ അനുഭവിച്ച കഷ്ടതകൾക്ക് കയ്യും കണക്കുമില്ല. എന്റെ അമ്മ, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ അമ്മ തീപ്പൊള്ളലേറ്റതാ. 40 ദിവസത്തോളം സീരിയസ് ആയി ആശുപത്രി കിടന്നിട്ടുണ്ട്. അന്നൊക്കെ ഒരാൾ സഹായിക്കാൻ പോലില്ല. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ കഞ്ഞിയും കറിയും വെക്കുന്ന ഒരു അനുഭവത്തിൽ അത്രത്തോളം നമ്മൾ ഏറ്റവും ദാരിദ്ര്യ അനുഭവത്തിലും വേദനയിലൂടെ ഒക്കെ കടന്നുപോയ ഒരു അനുഭവം ഒരുപാടുണ്ട്. ഞാൻ അതിലോട്ട് പോകുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത്രയും വേദന കൂടെ ഒക്കെ കടന്നുപോയിട്ടും എന്റെ ജീവിതത്തിൽ എന്തിനാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്യം ഇതാണ്: അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അന്യദേവനെ, ഞാൻ എന്റെ പിതാക്കന്മാർ എന്നെ പഠിപ്പിച്ച ദൈവങ്ങളെ കുറിച്ച്. അപ്പൊ ദൈവങ്ങൾ എന്ന് പറഞ്ഞ ഒരാളില്ല, ഒരു ദൈവം ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്കൊരു പെട്ടെന്നുള്ള ഒരു പുതിയ അറിവായിരുന്നു. കാരണം ഞാൻ ഒരുപാട് ദൈവങ്ങൾ അന്വേഷിച്ച് അതിന്റെ പുറകെ പോവുകയും ഞാൻ ശിവനെയൊക്കെ ഇങ്ങനെ പരക്കുമായിരുന്നു. എന്നിട്ട് അതിനെ ആരാധിക്കുന്ന ഒരാളായിരുന്നു. അത്രത്തോളം ഭയങ്കര ഒരു മതഭക്തിയൊക്കെ ആയിരുന്നു എനിക്ക്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരു ദൈവമുള്ളെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒന്നുകൂടി കേൾക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, രാജേഷേ, നമ്മൾ പറയുന്നത് പോലെയല്ല എന്ന് പറഞ്ഞ് 115 സങ്കീർത്തനം എടുത്തിട്ട് എന്നോട് പറഞ്ഞു, രാജേഷേ, മനുഷ്യരുണ്ടാക്കുന്ന ദൈവങ്ങൾ അത് അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ടയുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, അവയോട് പ്രാർത്ഥിക്കുന്നവൻ അവയെ പോലെ അത്രേ. ആ വാക്ക് എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചു. ഞാൻ മുടങ്ങാതെ ഈ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും. വളരെ ഭക്തിയോടെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നെടുമ്പാട് വീണ് കരഞ്ഞിട്ടുണ്ട്, ഉരുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇങ്ങനെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ദൈവമല്ല എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ആ വാക്ക് ശരിയാണല്ലോ. ഞാൻ അങ്ങോട്ട് പറഞ്ഞു, എന്നോട് തിരിച്ചിരുന്നവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ 27 വർഷം മുടങ്ങാതെ പോയി എന്റെ വേദനകൾ, എന്റെ ചെറുപ്പം മുതൽ അനുഭവിച്ച എല്ലാ വേദനകളും ഞാൻ പറഞ്ഞിട്ടും ഒരു വാക്ക് തിരിച്ചു പറഞ്ഞിട്ടില്ല. അവരെല്ലാം പറഞ്ഞേക്കണത് നേർച്ച കൊടുക്ക്, പൈസ കൊടുക്ക്, പല കാര്യങ്ങൾ കൊടുക്ക്, അപ്പൊ പ്രശ്നം മാറുന്ന. അല്ലാണ്ട് ഇന്ന് വരെയും ദൈവം തിരിച്ചു മോനെ സാരമില്ല എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് അതൊരു വലിയൊരു അറിവായി. അപ്പൊ എനിക്ക് പിന്നെയും ദൈവവചനം കേൾക്കാനുള്ള ആഗ്രഹം തോന്നി. അദ്ദേഹം അങ്ങനെ എന്നോട് സുവിശേഷം പറഞ്ഞു. യേശുക്രിസ്തു ഒരു മതത്തിന്റെ ദൈവമല്ല, ഒരു സഭയുടെ ദൈവമല്ല. യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. നമ്മൾ മനുഷ്യരെല്ലാം പാപികളാണ്. പാപിയായിരുന്ന മനുഷ്യന് വേറെ രക്ഷയ്ക്കൊരു വഴിയില്ല, പാപത്തിൽ നിന്ന് രക്ഷ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 12 വർഷം ഞാൻ ശബരിമല മുടങ്ങാതെ പോയിട്ടുണ്ട്. അവിടെ പോയി പമ്പയെ മുങ്ങിയാൽ പാപം മോചിക്കപ്പെടുമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണത്. ഞാൻ പമ്പയിൽ പോയി മുങ്ങി വന്ന് കയറി വീട്ടിൽ വന്ന് മാല ഊരിയ ആദ്യം പോയി ചെയ്യുന്നത് വൻമുറി എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയണത്. വന്ന് അത് ചെയ്യണം, ഇറച്ചി മേടിക്കും, പിന്നെ ഒരു കുപ്പി മേടിക്കും, ഇതെല്ലാം മേടിച്ചിട്ട് വൻമുറി ആഘോഷിക്കും. പാപം മോചിക്കപ്പെട്ടെങ്കിൽ ഇതൊക്കെ വല്ലതും ചെയ്യാൻ പറ്റുമോ? അപ്പൊ യഥാർത്ഥത്തിൽ പമ്പയിൽ പോയി മുങ്ങിയിട്ട് എന്റെ പാപം മോചിക്കപ്പെട്ടില്ല. അതുപോലെ ഒരുപാട് പാപമോചനത്തിന് പറഞ്ഞ കർമാചാരങ്ങളൊക്കെ ഞാൻ ചെയ്തതാ, പക്ഷെ എന്റെ പാപം മോചിക്കപ്പെട്ടില്ല. അപ്പൊ ഈ കാര്യം എനിക്ക് ബോധ്യമുള്ളതാ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, രാജേഷേ, പാപത്തിന് പരിഹാരം വരുത്തും. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇനി എന്ത് നേർച്ച കൊടുക്കണം? അപ്പൊ എന്നോട് പറഞ്ഞു, ഒന്നും കൊടുക്കണ്ട. ഞാൻ ഒന്നും കൊടുക്കണ്ട. അത് ആദ്യമായിട്ടുള്ള ഒരു അറിവാ. കാരണം മതങ്ങൾ നമ്മെ മുഴുവൻ പഠിപ്പിക്കുന്നത് അതിന് നന്മ കൊടുക്കാനാ. അദ്ദേഹം പറഞ്ഞു, ഒന്നും വേണ്ട, രാജേഷിന്റെ ഹൃദയം കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കൊടുക്കാം. അതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. രാജേഷ് ഒന്ന് കാര്യം, രാജേഷ് പാപിയാണെന്ന് എന്നോടല്ല ദൈവത്തോട് പറയണമെന്ന് പറഞ്ഞു. രാജേഷ് ചെയ്ത തെറ്റുകളെല്ലാം ദൈവത്തോട് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ കാര്യം അറിയാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് ബോധ്യം തന്ന കാര്യമൊക്കെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞു.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തന്ന പോലെ യേശുവേ നീ എന്റെ ഹൃദയത്തിനകത്തേക്ക് വരണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ അനുഭവിച്ചൊരു സമാധാനം അത് ഇന്ന് വരെയും നിലനിൽക്കുന്നുണ്ട്. ജീവിതത്തിൽ എനിക്ക് പ്രശ്നങ്ങൾ വന്നില്ലെന്നല്ല, പക്ഷെ സമാധാനത്തോടെ ജീവിക്കുവാൻ ദൈവം കൃപ ചെയ്തു. യേശു അകത്ത് വന്നതിന്റെ ആ സന്തോഷം എത്ര അധികമാണെന്ന് അത് എത്ര ആളോട് പറഞ്ഞാലും നമുക്ക് മതി വരത്തില്ല. അത്രത്തോളം സന്തോഷം എൻ്റെ ഹൃദയത്തിൽ വന്നു. അങ്ങനെ ഞാൻ കർത്താവിനെ സ്വീകരിച്ചു. ഞങ്ങൾ മുടങ്ങാതെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. ഞാനും അമ്മയും അച്ഛനും പോകും, പക്ഷെ വൈഫിന് എതിർപ്പായിരുന്നു. ഞങ്ങളുടെ അടുത്ത് വിശ്വാസ കുടുംബം അവിടെ ഒരു ബൈബിൾ ക്ലാസ് എടുക്കും. അപ്പൊ ആദ്യമൊക്കെ ഞങ്ങൾ വൈഫിനെ വിളിക്കുമ്പോൾ വൈഫ് വരില്ലായിരുന്നു. ഒരു പ്രാവശ്യം വിളിച്ച് കഴിഞ്ഞപ്പോൾ വൈഫ് ഒന്നും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. അപ്പൊ അവരുടെ വീട്ടിൽ കറണ്ട് ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ട്. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചോണ്ടിരിക്കും. ഞാനും അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ സ്തോത്രം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവൾ കാലുകൊണ്ട് ചവിട്ടി ഒച്ചയുണ്ടാക്കിയിട്ട് ദേഷ്യത്തോടെ ഗോത്രം എന്ന് പറഞ്ഞുകൊണ്ട് പോകുമായിരുന്നു. അത്ര എതിർപ്പായിരുന്നു എൻ്റെ വൈഫിന്. ഞാൻ മദ്യപിക്കുന്ന സമയത്തൊക്കെ എന്നെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ദൈവസന്നിധി വന്നപ്പോക്കും അവർ നേരെ ഓപ്പോസിറ്റായി. നമുക്ക് ദേഷ്യമായി, വട്ടമായി, പ്രശ്നങ്ങളായി. അപ്പൊ അതൊക്കെ നമ്മൾ ഒരുപാട് ബാധിച്ചു ആ സമയത്തൊക്കെ. എങ്കിലും ദൈവം കൃപയാൽ നിർത്തി. പക്ഷേ അധിക ദിവസം ദൈവം മുമ്പോട്ട് വിടില്ല. എന്റെ അവസ്ഥ ദൈവത്തിന് അറിയാം, കാരണം ഞാൻ എല്ലാം കൊണ്ടും തകർന്നിരിക്കുക. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ബൈബിൾ ക്ലാസ് വരുന്ന പാസ്റ്ററോട് എന്റെ ഭാര്യ പറഞ്ഞു, പാസ്റ്റർ അവിടെ കറണ്ട് ഇല്ലല്ലോ, ഞങ്ങളുടെ വീട്ടിൽ വെച്ചോളാൻ പറഞ്ഞു എന്റെ ഭാര്യ. അങ്ങനെ വചനം കേൾക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും അവള് തീരുമാനിക്കണ്ട, ഞാൻ എന്ത് വന്നാലും സ്നാനപ്പെടത്തില്ല. അപ്പൊ ഞങ്ങൾ സ്നാനത്തിന് തീരുമാനം എടുത്തു, ഞാനും അമ്മയും. അപ്പൊ വൈഫ് എടുക്കണേണ്, ഞാൻ എന്ത് വന്നാലും സ്നാനപ്പെടുത്തില്ല. എന്നിട്ട് അവള് നേരെ ആ സൈന് 2 ദിവസം മുമ്പ് വീട്ടിലോട്ട് പോയി. എന്നിട്ട് അവിടെയുള്ള എല്ലാ അമ്പലങ്ങളും കയറി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്നാനപ്പെടരുത്. പക്ഷെ എല്ലാം കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ കയറി വന്നിട്ട് വീട്ടിൽ വന്ന അവള് നേരെ വന്ന് ഒരു ചുരിദാർ എടുത്തണ്ടാ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി സ്നാനപ്പെടേണ്ടി വന്നാലോ എന്നൊരു ചിന്ത അവളുടെ അകത്ത് വന്നു. ഞാനും അമ്മയും കൂടിയാണ് ആദ്യം സ്നാനപ്പെടുന്നത്. എൻ്റെ അച്ഛന് പിന്നീടാണ് സ്നാനപ്പെടുന്നത്. ഞാനും അമ്മയും കൂടി ആദ്യം സ്നാനപ്പെട്ടു. അതിനുശേഷം അച്ഛൻ സ്നാനപ്പെട്ടു. അച്ഛൻ സ്നാനപ്പെട്ടതിന് ശേഷം വൈഫ് സ്നാനപ്പെട്ടു. ഒരു 3 മാസത്തിനകം സ്നാനപ്പെട്ടു. പക്ഷേ സ്നാനപ്പെട്ട പ്രാർത്ഥനക്ക് പോകുന്നു, ദൈവവചനം കേൾക്കുന്നു. പിന്നെ ദൈവവചനത്തോട് ഭയങ്കര കൊതിയായിരുന്നു. ഞാൻ സ്റ്റാൻഡിലൊക്കെ വന്ന ബൈബിള് വായിക്കും. എൻ്റെ വണ്ടിയുടെ പുറകിൽ ഞാൻ വാക്യം എഴുതി സീറ്റിന്റെ തൊട്ട് പുറകിൽ എഴുതി വെച്ചു, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപമാക്കി മാറ്റി. അപ്പൊ പിള്ളേരൊക്കെ ഇത് വന്ന് വായിച്ചിട്ട് ഇതെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് പിള്ളേരോട് പറയും, ദൈവം എന്ന് പറഞ്ഞ ജീവനുള്ളതാ. അപ്പൊ എനിക്കധികം പറയാനൊന്നും അറിയത്തില്ല, പക്ഷെ ഞാനങ്ങ് പറയും. അപ്പൊ ഞാൻ ഈ ആദ്യം ചെന്ന് പിറ്റേ ആഴ്ച ചെന്നപ്പോൾ ഒരു ദേവദാസൻ എന്റെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, നിന്നെ പത്രോസിനെ പോലെ കർത്താവിന്റെ വേലക്കാരനാണെന്ന് പറഞ്ഞു. അന്ന് നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അത് അദ്ദേഹം മാറിപ്പോവുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു കുറെ നാളിങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയി. വൈഫ് സ്നാനപ്പെട്ടു, ദൈവകൃപയിലേക്ക് വന്നു. ഒരു 6 മാസത്തോളം ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയെങ്കിലും ഞങ്ങളുടെ കടഭാരത്തിൽ നിന്ന് ഒരു അംശം പോലും മാറിയില്ല. എന്റെ കുഞ്ഞിന്റെ അസുഖത്തിന് ഒരു മാറ്റം ഉണ്ടായില്ല. പക്ഷേ എങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഞങ്ങൾ വളരെ ഞെരുങ്ങിയാ പോണത്, വളരെ സാമ്പത്തിക ഞെരുക്കത്തിലാണ്. 2 ബസ് കയറി വേണം പോകാൻ. പക്ഷെ ഞങ്ങൾ പോകുന്ന ചർച്ചിൽ ഞങ്ങൾ ചെന്നാ പായിടുന്നത്. അതായത് മരട്ടിൽ നിന്ന് തൃപ്പൂണിത്തുറ പോകണം, തൃപ്പൂണിത്തുറയിൽ നിന്ന് ചോറ്റാനിക്കരെ പോകണം. അവിടുത്തെ ഒരു സ്കൂളിലാണ് ഞങ്ങളുടെ ആരാധന. അപ്പൊ അതിനടുത്തുള്ള ഒരു വീട്ടുകാരുണ്ട്, അവരുടെ വീട്ടിൽ പോയി ഞാൻ പായ എടുത്തിട്ട് വന്നിട്ട് ഇത്രയും ദൂരം പോയിട്ട് ഇടുവായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അതെന്തോ നമുക്ക് അന്നേരം അങ്ങനെ ഒരു കൃപ ചെയ്തു. പക്ഷെ അതൊക്കെ അനുഗ്രഹമായി തീർന്നിട്ടോ. അപ്പൊ അങ്ങനെയായിരുന്നു ഞങ്ങൾ. പക്ഷെ പൈസയൊന്നുമില്ല. ഞാൻ പറഞ്ഞു തിരിച്ചു പോകുമ്പോഴത്തേക്കും ഞെരുങ്ങി ചിലപ്പോൾ നടന്നുകൊണ്ട് വരും, അതേപോലത്തെ അവസ്ഥയിലാണ് പോരുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ 6 മാസം പ്രാർത്ഥനയ്ക്ക് പോയി. എന്റെ വൈഫിന് ഈ ഹാർട്ടിന്റെ വാൽവിന് ഹോളുള്ള കാര്യം അറിയത്തില്ല. വൈഫിന് ഞങ്ങളുടെ കുഞ്ഞിന് വന്ന ഹാർട്ടിന്റെ വാൽവിന് ഹോളുള്ള വിഷയത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞില്ല. വൈഫിന്റെ വീട്ടുകാർക്ക് അറിയാം, അച്ഛനോട് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൈഫിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങള് എറണാകുളത്ത് ടൗൺ ഹാളില് കൺവെൻഷന് ഒരു വലിയ കൺവെൻഷൻ അല്ല, ഒരു പൊതു മീറ്റിംഗ് ആയിട്ട് ബ്രദർ സുരേഷ് ബാബുവിന്റെ മീറ്റിംഗ്. അങ്ങനെ ആ മീറ്റിങ്ങിന് ഞങ്ങൾ പോയി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, ഹാർട്ടിന്റെ വാൽവിന് കംപ്ലൈന്റ് ഉള്ള ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഒരു 10,000 പേരുണ്ട്. എനിക്ക് ഒരു കൂസലും തോന്നിയില്ല, ഞാൻ അങ്ങനെ തന്നെ നിന്നു. പക്ഷെ അദ്ദേഹം 2 വാക്ക് പിന്നെയും വചനം പറഞ്ഞിട്ട് പെട്ടെന്ന് കൈ ചൂണ്ടിക്കൊണ്ട് പുറത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ, പുറത്ത് നിൽക്കുന്ന സഹോദരി, കുഞ്ഞെടുത്ത് നിൽക്കുന്ന സഹോദരിയോട് ദൈവം സംസാരിക്കുന്നു, നിന്റെ കുഞ്ഞിനെ ദൈവം സൗഖ്യമാക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ഭാര്യയാണ്. അപ്പൊ എന്റെ ഭാര്യയ്ക്ക് അറിയത്തില്ല കുഞ്ഞിന് അസുഖമുള്ള കാര്യം. എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം എന്റെ അവിശ്വാസത്തെ ക്ലിയർ ചെയ്യാൻ വേണ്ടി അടയാള സഹിതം ചെയ്തു, ഉറപ്പിച്ചു. അങ്ങനെ അന്ന് കർത്താവ് കുഞ്ഞിനെ സൗഖ്യമാക്കി. ഞങ്ങൾ അതിനുശേഷം തൃപ്പൂണിത്തുറ ഭരതന്റെ ആശുപത്രിയിൽ കാണിച്ചു. അവൾക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറയുവാനും ദൈവം ഇടയാക്കി. അവളിന്ന് BSc നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ട് ഇവിടെ സൗദിയിൽ റിയാദിൽ ജോലി ചെയ്യുവാണ്. അവളുടെ വിവാഹം കഴിഞ്ഞു. ദൈവം അങ്ങനെ വലിയ അത്ഭുതം ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം സൗഖ്യമാക്കുന്നവരാണെന്ന്
പലർക്കും സംശയമുണ്ട്. ഞാൻ എന്നാലും കർത്താവ് സൗഖ്യം, അന്ന് എനിക്കും അത്ര ഇതില്ലായിരുന്നു. പക്ഷെ ദൈവം ആ അടയാള സഹിതം പറഞ്ഞപ്പോ എന്റെ ഭാര്യക്കറിയാത്ത രഹസ്യം ഭാര്യയെ നോക്കിക്കൊണ്ട് പുറത്തു നിൽക്കുന്ന എന്റെ ഭാര്യയോട്, ആയിരങ്ങൾ അകത്ത് നിൽക്കുന്ന ഒരാൾ മാത്രം പുറത്തു നിൽക്കുമ്പോൾ അതിനോട് കൃത്യമായി ദൂത് പറഞ്ഞു. നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ദൈവം അവിടെ സൗഖ്യമാക്കി. പിന്നീട് ഞങ്ങൾ പിന്നെയും പ്രാർത്ഥനയ്ക്ക് പോയി. കടഭാരത്തിനൊരു മാറ്റം വന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്റെ അച്ഛന്റെ കൂട്ടുകാരൻ അത് ചതിച്ചതാണ്. യഥാർത്ഥത്തിൽ പൈസ നമുക്ക് സ്ഥലം ഈ 2.5 സെന്റിന് പോലും ആധാരം പുള്ളി രജിസ്റ്റർ ചെയ്തിരുന്നില്ല. പൈസ കൊടുത്താണ്, പക്ഷെ ചെയ്തു തന്നില്ല. ഞങ്ങൾ അതിനുവേണ്ടി ഒരുപാട് നാൾ 17 വർഷം കയറി ഇറങ്ങി നടന്നത്. അപ്പൊ ഞാൻ ഈ വിശ്വാസത്തിൽ വന്നപ്പോ പ്രവാചകന്മാർ വന്നിട്ട് പറയും, ചെങ്കടൽ കൂടി വഴി തുറന്നത് പോലെ നിനക്കൊരു വഴി തുറക്കുമെന്ന് പറയും. വഴി തുറക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യം ഒരിക്കുമെങ്കിലും പിന്നെയും വഴി തുറക്കത്തില്ല. അങ്ങനെ പ്രശ്നം, കടക്കാരൊരു വശത്ത് നിൽക്കും. അപ്പൊ ഞാനിങ്ങനെ ഈ ഭജനം കേട്ട് ബലപ്പെട്ട് വരും. ഈ കുഞ്ഞിന്റെ അസുഖം മാറി, പക്ഷെ കടഭാരത്തിനൊരു മാറ്റം വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തൃപ്പൂണിത്തുറയിൽ ഒരു ആധാർ എഴുത്ത് ഓഫീസിൽ ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞു, ഒരു 5000 രൂപ മുടക്കാവോ എന്ന്, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹം ചെന്ന് നോക്കിയപ്പോൾ റീസർവേയിൽ അച്ഛന്റെ പേര് അടക്കണം. അങ്ങനെ അവർ അത് വെച്ച്, പക്ഷെ നമ്മളത് 17 വർഷം കയറി ഇറങ്ങിയിട്ടും അതായിട്ടുണ്ടായില്ല. പക്ഷെ ദൈവത്തിന്റെ സമയം വരെ ദൈവം അത് മറച്ചു വെച്ചു. ദൈവം ഒരു വഴി, ചെങ്കടൽ കൂടി വഴി തുറക്കുമെന്ന് പറഞ്ഞാൽ എത്ര കൃത്യമാണെന്ന് ചിന്തിച്ചു. അതായത് ആർക്കും കാണാത്തൊരു വഴി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചു. എത്ര നാള് കുടുങ്ങിക്കിടക്കുന്ന പേപ്പറുകളാണെങ്കിലും, എത്ര നാള് ശരിയാകാത്ത പേപ്പർ ആണെങ്കിലും കർത്താവിന്റെ അടുക്കൽ ആ വിഷയം ഒന്ന് കൊടുത്ത അതിന് അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്നും അറിയത്തില്ല. ആകെ 5000, അതുപോലെ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. എന്റെ ചർച്ചിലൊരു സഹോദരനാണ് തന്നത്. അങ്ങനെ ആ സ്ഥലത്തിന്റെ കാര്യങ്ങൾ ആധാരം റെഡിയായി കിട്ടി. പിന്നെ അത് കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ട് പെട്ടെന്ന് ആൾക്കാർ വന്നില്ല. കുറച്ച് നാളങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ലാസ്റ്റ് 1,40,000 രൂപക്ക് ഞങ്ങൾ താമസിച്ച 3 സെന്റ് സ്ഥലവും വീടും കൂടെയാണ്. ഇന്ന് അവിടെ ലക്ഷങ്ങളുടെ വിലയുണ്ട്. അന്ന് ഞാൻ കൊടുത്തിട്ട് വരുമ്പോൾ ആകെ 1,40,000 രൂപയാണ് എനിക്ക് കിട്ടിയത്. അതിൽ അത്യാവശ്യം പ്രശ്നങ്ങളുള്ള കടക്കാരെ, അതിൽ ഞാനൊരു നേവി സേവർ എന്ന് പറഞ്ഞ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് 24,000 രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ചമ്പക്കരയിലുള്ളത്. അദ്ദേഹം വളരെ വൃത്തികേടായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ അമ്മ തൃപ്പൂണിത്തുറ വൈറ്റില ജംഗ്ഷനിലുള്ള ഒരു പ്രേമേന്ദ്ര, അദ്ദേഹം മരിച്ചുപോയി. DCCയുടെ ഒരു മെയിൻ ഇതായിരുന്നു, കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു 10,000 രൂപ പലിശ എടുത്തിട്ട് 10,000 രൂപ പൈസ ഒക്കെ എടുത്തിട്ട് 700 രൂപ ഒരു മാസത്തെ പലിശ കൊടുക്കാഞ്ഞിട്ട് ബെഡ്റൂമിനകത്ത് കയറി. നല്ല സാമ്പത്തികമുള്ളവരാണ്. അവരുടെ ബെഡ്റൂമിനകത്ത് കയറി ചീത്ത വിളിച്ച മനുഷ്യനാണ്. ഞാൻ 24,000 രൂപ കൊടുക്കാനുണ്ടായിട്ട് 1 വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. ഈ വിശ്വാസത്തിൽ വന്ന് ഞാൻ ഒരു പ്രാവശ്യം പുള്ളിയുടെ നേരെ ഇങ്ങനെ ചെല്ലുക. അപ്പൊ ഞാൻ എന്റെ ദൈവമേ സ്വോത്രം പറഞ്ഞോണം. പക്ഷെ പുള്ളി എന്നെ കണ്ടില്ല. പുള്ളി അങ്ങനെ അങ്ങോട്ട് പോയി, ഞാനിങ്ങനെ അങ്ങോട്ട് പോയി, ഒന്നും പറഞ്ഞില്ല. ദൈവം പുള്ള കണ്ണ് മറച്ചെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ പോയ അനുഭവങ്ങളുണ്ട്. പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോ എനിക്ക് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പൈസ കൊടുക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കണേ. അപ്പൊ ഈ സ്ഥലത്തിന്റെ വിൽപ്പന നടന്ന സമയത്ത് ഞാൻ കുറച്ച് പൈസ, എല്ലാ പൈസ ഉണ്ടായില്ല, കുറച്ച് പൈസ ഞാൻ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം പുള്ളി അപ്പുറത്ത് വന്നു. അപ്പൊ അദ്ദേഹം വന്ന സ്റ്റാൻഡിൽ വന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് തരൂ പറഞ്ഞു. ആ നേരെ അദ്ദേഹം ചീത്ത പറയാതിരിക്കാൻ വേണ്ടി ഓടി അദ്ദേഹത്തിന് അപ്പച്ച ഞാൻ വിളിക്കണം. അപ്പച്ച എനിക്ക് പൈസ മുഴുവൻ ഇച്ചിരി പൈസ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ 21 ദിവസം ഉപവാസമാണ്. അപ്പൊ അദ്ദേഹം കണ്ടപ്പോ പൈസയുടെ കാര്യമല്ല ആദ്യം ചോദിച്ചു, എടാ ഇത് എന്ത് കോലോടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പ്രാർത്ഥനക്ക് പോകുന്നുണ്ട്. എടാ ഇങ്ങനെ പ്രാർത്ഥനക്ക് പോയാൽ നിന്റെ പ്രശ്നം മാറുമോ? അദ്ദേഹം ക്രിസ്ത്യാനാട്ടോ, നാമധേയ ക്രൈസ്തവനാണ്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചേടാ ഇങ്ങനെ നടന്ന നിന്റെ പ്രശ്നമൊക്കെ മാറും? അപ്പൊ ഞാൻ പറഞ്ഞു മാറും എന്നൊരു വാക്കങ്ങ് മാറും എന്നങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ഉടനെ അദ്ദേഹം എന്നോട് പറയും, എടാ നീയേ എനിക്ക് പലിശ തരണ്ട, 24,000 രൂപയുടെ 700 രൂപ വെച്ച് ഒന്ന് കണക്കൂട്ടി നോക്കിക്കേ, 1 വർഷമായിട്ട് കൊടുക്കണ്ട 12 മാസത്തെ പലിശ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ നിന്റെ കയ്യിലുള്ള പൈസ ഈ 5,000 രൂപ ഞാൻ കൊടുത്ത പുള്ളിക്ക് 19,000 പിന്നെ പെൻഡിങ് ഉണ്ടാകും, നിന്റെ കൈ കിട്ടുമ്പോൾ തന്നായി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതുപോലെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. അതിനു മുമ്പ് ദൈവം എന്നോട് വചനത്തിലൂടെ സംസാരിച്ചായിരുന്നു, നിന്നെ ഒരു 10 ദിവസവും കൂടി പരീക്ഷിക്കും, നീ മരണപര്യന്തം വിശ്വസ്തനായിരിക്കും. അപ്പൊ എനിക്കന്ന് ഈ വചനം ഇങ്ങനെ കിട്ടി, ഞാനങ്ങ് പൊട്ടനെ പോലെ വിശ്വസിക്കും. അപ്പൊ 10 ദിവസം കഴിയുമ്പോൾ എല്ലാ പ്രശ്നവും തീരുന്ന. പക്ഷേ ഈ ആളെ ദൈവം എന്ത് ചെയ്തു? ശാന്തനാക്കി. അങ്ങനെ അനേക അത്ഭുതങ്ങൾ ദൈവം എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. കടഭാരങ്ങളുടെ ആൾക്കാരുടെ എല്ലാവരെയും ദൈവം ശാന്തമാക്കി. അതിനു മുമ്പൊക്കെ എന്നെ തല്ലും കൊല്ലും എന്നൊക്കെ ഈ വടിവാളൊക്കെ ഇട്ട് കിടക്കുന്ന ആൾക്കാരുടെ നിന്നൊക്കെ എടുത്തത്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നം. ഞാൻ ചെക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് എടുക്കുന്ന, അതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള കേസുകളാണ്. അപ്പൊ അവര് നമ്മളെ അടിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എന്റെ ഒരു ശരീരത്തിൽ തൊടാൻ പോലും ദൈവം ഇടയാക്കിയില്ല. ഒരു 7 മാസം ഞാൻ ശരിക്കും പറഞ്ഞ വിശ്വസിക്കുന്ന സമയത്ത് ഒളിവിൽ താമസിക്കേണ്ടതായിട്ട് വന്നിട്ട് എന്ന് പറഞ്ഞാൽ എന്നെ വിശ്വാസത്തിലേക്ക് വന്ന ചർച്ചിൽ ഞാൻ 7 മാസം ഒളിവിൽ താമസിച്ചു. അതൊരു അനുഗ്രഹമായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ വൈകിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ പോകും. വെളുപ്പിന് ഒരു 3 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോരും. ഹെൽമെറ്റ് വെച്ച്, അന്ന് ഹെൽമെറ്റ് വെക്കണ്ട, പക്ഷെ ഞാൻ ഹെൽമെറ്റ് വെച്ചേ പോകത്തുള്ളൂ എന്നെ കാണാതിരിക്കാൻ വേണ്ടി. അതുപോലെയൊക്കെ നടന്നൊരു സമയമുണ്ട് എന്റെ ജീവിതത്തിൽ. പക്ഷെ ആ 7 മാസം കൊണ്ടുണ്ടായ ഗുണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പഠിച്ചു, ദൈവവചനം വായിക്കാൻ പഠിച്ചു. എങ്ങനെയാണെന്നൊക്കെ അവിടെ നിന്ന് പഠിക്കാൻ ദൈവം അവിടെ ഇട്ട് 7 മാസം കൊണ്ട്
അപ്പോൾ തന്നെ ദൈവദാസന്മാരുടെ കഷ്ടത, ദൈവസഭയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും അതിനകത്തിട്ട് പഠിപ്പിച്ചു. ഈ 7 മാസം കൊണ്ട് പല കാര്യങ്ങൾ. അപ്പൊ ഏതിന്റെ പിന്നിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അങ്ങനെ പിന്നെ ഞാനൊരു കടയിൽ പോയി നിന്നു, അല്പം ചെറിയ ജോലിയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയി. പക്ഷേ ഇങ്ങനെ മുമ്പോട്ട് പോണ സമയത്ത് ഈ കർത്താവിന്റെ വേലയ്ക്കുള്ള വിളി പല ദൈവദാസന്മാരെന്നോട് ആലോചന പറയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഈ ഞാൻ ഈ വീട് വിറ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ മരത്തിൽ തന്നെ അവിടെ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് വിട്ടുപോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ തന്നെ ഒരു വീട് നോക്കി. അപ്പൊ ലോണ് വെച്ചുകൊണ്ടുള്ള ഒരു വീട്, കുറച്ച് പൈസ കൊടുത്താൽ, ഞങ്ങളുടെ 40,000 രൂപ കൊടുത്താൽ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട് കൊടുത്തു, ബാക്കി ലോണായിട്ട് മേടിച്ചു. പക്ഷെ അതെനിക്ക് അടച്ചോണ്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കർത്താവിന്റെ വേലക്കുള്ള വിളി വരുന്നത്. ഞാൻ ആ വീട്ടിൽ താമസിക്കുമ്പോൾ കർത്താവിന്റെ ദാസന്മാർ കൂടി പറഞ്ഞതല്ല, അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ മുഖവിലക്കെടുക്കണം. വെച്ചാൽ അതിനെ മുഖവിലക്കെടുക്കാത്തതല്ല, നമുക്ക് എൻ്റെ ഒരു ഉറപ്പ് ദൈവം നമ്മോട് സംസാരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ദൈവം എന്നോട് കൃത്യമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ദൈവസനിൽ ഒരുക്കപ്പെട്ടു. പഠിക്കാനായിട്ട് തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മാതൃ ചർച്ചപ്പൂർ ഗോസ്ബൽ സെന്ററാണ്, അവർക്ക് ബൈബിൾ കോളേജ് ഉണ്ട്. എന്നോട് അവർ പറഞ്ഞു ആ പാസ്റ്റർ രാജ അവിടെ പഠിക്കും. അപ്പൊ ഞാനും അങ്ങനെ പഠിക്കാന്നൊക്കെ വെച്ചിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു അവിടെ പോകണ്ടെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ അത് അവരോട് പറഞ്ഞു. അത് അവർക്ക് ഭയങ്കര വിഷമമായി. പിന്നെ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാബു ചെറിയാൻ പാസ്റ്റർ ഒരു മീറ്റിംഗ് തിരുവാങ്കുളത്ത് കിടക്കും. ഞാൻ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, അദ്ദേഹം വചനം പ്രസംഗിക്കുകയാണ്. പക്ഷെ അദ്ദേഹം പ്രസംഗിക്കുന്നതിൽ കൂടെ എന്നോട് പിന്നെ ഒന്നും കൂടി ആ കാര്യം ഉറപ്പിച്ചു. ഞാൻ അന്ന് അവിടുന്ന് ഒരു ഫോമും വാങ്ങിച്ചിട്ട് പോന്നു. അവിടെ ഒരു ബൈബിൾ കോളേജിന്റെ ആയിരുന്നു, എബനേസർ ബൈബിൾ കോളേജിന്റെ ഇതായിരുന്നു നടന്നു. ഞാൻ അവിടുന്ന് ഫോം മേടിച്ചിട്ടൊന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഞാൻ 3 ദിവസം ഉപവസിച്ചു കഴിയുമ്പോൾ ദൈവം എനിക്കൊരു സ്വപ്നം തന്നു, ഞാൻ പഠിക്കാൻ പോണ ബൈബിൾ കോളേജിനെ കുറിച്ച്. അപ്പോൾ ഞാൻ ആ സ്വപ്നത്തിൽ കാണുന്നത് എൻ്റെ ചർച്ചിലുള്ള ഒരു മാതൃചർച്ചിലുള്ള ഒരു സഹോദരൻ അവിടെ പഠിക്കുന്നുണ്ട്, ബ്രൂസ് എന്ന പേരുന്ന. അദ്ദേഹം ബെഹറിലാണ്. അപ്പൊ അദ്ദേഹം ഒരു സ്ഥലത്ത് കട്ടിലേക്ക് കിടക്കുന്നു. അതിന്റെ നടുക്കൊരു സഹോദരൻ ഉണ്ട്. അതിന്റെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ല, മറച്ച ദൈവം കാണിച്ചേക്കണം. മറ്റേ രണ്ടാമത്തെ ഡെസ്കില് കയറി വരുന്ന സ്ഥലത്ത്. അപ്പൊ ഞാനിതെല്ലാം കണ്ടു. ഞാൻ ബൈബിൾ കോളേജിൽ പോയി ചേർന്ന് അവിടുത്തെ ഡീൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, എവിടെയെങ്കിലും മുകളിൽ എവിടെയെങ്കിലും നോക്കിക്കൊള്ളാൻ പറഞ്ഞു. 2 നിലയുള്ള സീറ്റാ. അപ്പൊ ഞാൻ ഈ 2 നിലയുള്ള സീറ്റിന്റെ പൊക്കത്ത് കയറിയിട്ട് ഞാനിങ്ങനെ ദൈവത്തോട് പറയും, ദൈവം നീ എന്നെ പൊക്കത്തല്ലല്ലോ കാണിച്ചത്, എന്നെ താഴത്തല്ലേ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ താടിക്ക് ഇങ്ങോട്ട് തിരിക്കോട്ടാ. അപ്പൊ വേറൊരു സാജൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അച്ചായ ഞാൻ കല്യാണം കഴിച്ചതായതുകൊണ്ട് എന്നോട് പറഞ്ഞു, അച്ചായൻ അവിടെ ഇരിക്കണ്ട, താഴത്തെ വല്ലയിടത്ത് സീറ്റ് ഉണ്ടാന്ന് നോക്കിക്കോ, ഉള്ളതിൽ പോയി കിടന്നോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ താഴത്ത് ഇറങ്ങി കംപ്ലീറ്റ് തപ്പിട്ട് ആകെ ഒറ്റ സീറ്റുകൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഞാൻ എന്നെ സ്വപ്നത്തിൽ കാണിച്ച അതേ സീറ്റ് മാത്രം. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളൊരു കാര്യം കാണിക്കുമ്പോൾ ഒരു മാറ്റമില്ലാതെ കൃത്യതയോടെ. അങ്ങനെ ഞാൻ ആ ബൈബിൾ കോളേജ് 1 വർഷം പഠിച്ചു. 1 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മാതൃകച്ചിലോട്ട് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞത് അവിടെ പോയി പഠിച്ചത് പോട്ടെ, ഇനി നമ്മുടെ പ്രവർത്തനം എടുക്കണം. ഞാൻ പറഞ്ഞു ശരി, എടുത്തോളാം, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ഇവര് പ്രവർത്തനം എടുക്കാൻ എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു ചർച്ച തരാമെന്ന്. അപ്പൊ അതിന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം എനിക്കൊരു പുതിയ സഭ എടുക്കാൻ, ബൈബിള് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പുതിയ ശിഷ്യനായിരുന്ന നമ്മൾ സഭയുടെ ചർച്ച എടുക്കാൻ പറ്റിയൊരു പക്വത നമുക്കില്ല. അപ്പൊ എനിക്ക് സുവിശേഷം പറയാനായിട്ട് നല്ല താല്പര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പുതിയ പ്രവർത്തനം മതി എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അത് പറ്റില്ല, അങ്ങനെ പറഞ്ഞു നിൽക്കുക. ലാസ്റ്റ് എന്നോട് പറഞ്ഞു പെരുമ്പളം എന്ന് പറഞ്ഞ സ്ഥലത്ത് രാജേഷ് ഒരു വീട് നോക്കുമെന്ന് പറഞ്ഞു. ഞാനപ്പം നേരം തുരുത്തിക്കര, എൻ്റെ വീട് ഇവിടുത്തെ വിറ്റ് കടമൊക്കെ തീർത്തിട്ട് തുരുത്തിക്കരയിൽ പോയി ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുക. അവിടെ താമസിക്കുമ്പോൾ എൻ്റെ ചർച്ചിലെ തന്നെ ഒരു സഹോദരനോട് കൂടി ഒരു 4 സെന്റ് സ്ഥലം, 4 ആണോ 3 ആണോ 4 സെന്റ് സ്ഥലം അത് മേടിച്ചു. 4 സെന്റ് സ്ഥലം മേടിച്ചു. ബാക്കി ഉണ്ടായ പൈസ, ചെറിയ പൈസ ഒക്കെ അവിടെ കിട്ടി, 9,000 രൂപ സെന്റ് കിട്ടി. അങ്ങനെ സ്ഥലം മേടിച്ചിട്ട് ആ സ്ഥലത്ത് താമസിച്ചു. അവിടെ വീട് വെക്കാന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരെന്നോട്, അപ്പൊ വാടക കൂടെ ഞാൻ കൊടുക്കണം. അപ്പൊ ഈ കുറച്ച് ദിവസം ഇവരെന്നെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിനെടുത്ത് ഇടുമെന്ന് വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ പൈസ ഒന്നുമില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞു, ഒരു ബ്രെഡ് കമ്പനിയിൽ വണ്ടി ഓടിക്കാൻ ആളാവശ്യമുണ്ട്, അത്യാവശ്യം പൈസ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ബൈബിൾ കോളേജ് പഠിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പോയി. വണ്ടി ഓടിച്ച് ഞാൻ ഒരു ദിവസം, അപ്പൊ എനിക്ക് വണ്ടി ഓടിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ കാലിന് വേദന വന്നു, മുട്ടിനകത്ത് വലത്തെ കാലിന്റെ മുട്ടിന് വേദന വന്നു. ഞാൻ പല ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ട് വേദന മാറത്തില്ല. അങ്ങനെ ഞാൻ തിരുവാങ്കുളത്ത് ഒരു ദിവസം നിൽക്കുമ്പോൾ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞൊരു പ്രവാചകനാണ്, പുള്ളിക്കാരൻ എന്നെ കണ്ടപ്പോൾ ബ്രദറെ ഇപ്പൊ എന്ത് ചെയ്യണു? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ഓടിക്കാം. അദ്ദേഹം ഉടനെ എന്നോട് പറയേ, നിന്നെ ദൈവം വിളിച്ചത് വണ്ടി ഓടിക്കാനല്ലല്ലോ, നീ ഇങ്ങനെ പോയി എൻ്റെ കൈ നിന്റെ മേൽ ഭാരമാകും. അപ്പൊ ഓൾറെഡി എനിക്ക് ഈ കാലിന്റെ വേദനയുണ്ട്, പക്ഷെ ഇദ്ദേഹം ഇത് പറഞ്ഞതുകൊണ്ട് പിന്നെ വേദന അങ്ങ് കൂടാൻ തുടങ്ങി, എനിക്ക് വണ്ടി ചവിട്ടാൻ പറ്റാണ്ടായി. ഞാൻ അങ്ങനെ AP വർക്ക് എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ കൊണ്ടേ കാണിച്ചു. അവിടെ കാണിച്ചപ്പോ ഡോക്ടർ മരുന്ന് തന്നു, വില കൂടിയ മരുന്ന് തന്നത്. പക്ഷെ എന്നിട്ട് എനിക്ക് വേദന മാറുന്നില്ല. അപ്പൊ അന്ന് ഈ പുള്ളി പറഞ്ഞ കർത്താവിന്റെ ദാസൻ പറഞ്ഞ ആ ഒരു വചനവും കൂടി ആയപ്പോ ഞാൻ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മച്ചി ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടാതെ ഇത് മാറത്തില്ല. ഞാൻ അന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ വർഷാവസാനം വരെ
ഞാൻ വണ്ടിക്ക് പോകും. അത് കഴിഞ്ഞ് ഞാൻ കർത്താവിന്റെ വിലക്ക് ഇറങ്ങിക്കോളാം. അത്ഭുതം പറയട്ടെ, പിറ്റേ ദിവസം രാവിലെ വേദനയും പോയി, ഞാൻ ഫ്രീ ആയി. അങ്ങനെ 3-4 മാസം കൂടി വണ്ടിക്ക് പോയി. ഞാൻ ഇവരോട് വേല എടുക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഇവർ എടുത്തില്ല. എനിക്ക് റൂം എടുത്തു തരാണ്ട് എനിക്ക് സ്വന്തമായിട്ട് വാടക എടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. അവർ പറഞ്ഞ റൂം എടുക്കാനാണ്, എന്നാൽ ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അവരോട് ചെയ്തുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ച ബൈബിൾ കോളേജിലെ കേസ് അബ്രഹാം എന്ന് പറയുന്ന അധ്യാപകൻ എന്നെ വിളിച്ചു. ഞങ്ങളുടെ പ്രിൻസിപ്പാളാണ്, ഞങ്ങളുടെ ചർച്ചിന്റെ അന്നത്തെ പ്രസിഡന്റുമാണ്. അപ്പൊ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, രാജേഷ് എന്ത് ചെയ്യണു, രാജേഷിന് പ്രവർത്തനം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളോട് വരാൻ പറഞ്ഞ് വേറൊരാളെ കൊണ്ട് എന്നെ പറയിപ്പിച്ചു. അങ്ങനെ ഞാൻ പോയി ആ പ്രവർത്തനം ഏറ്റെടുത്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് കർത്താവിന്റെ വേലയിലോട്ടേക്ക് വരുന്നത്. തുരുത്തിക്കരെ തന്നെ പ്രവർത്തിച്ചു, 2 വർഷം പ്രവർത്തിച്ചു. 2 പേര് സ്നാനപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്നു. അപ്പൊ കുറെ സ്ഥലങ്ങളിൽ നമുക്ക് ബൈബിൾ ക്ലാസ് നടത്താൻ ദൈവം കൃപ ചെയ്തു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ച അടുത്ത് തന്നെ ചോറ്റാനിക്കരയുണ്ട്. ആ ചർച്ചിലോട്ട് അവിടെ പണി നടക്കുന്നതുകൊണ്ട് അവിടുത്തെ ദൈവദാസനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചു. ഞാൻ അവിടെ പോയി 1 വർഷത്തോളം നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് തലയോലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വീണ്ടും അന്ന് കേശവ സാർ തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ നിന്ന് പുതിയ വർക്കായിട്ട് പുതിയ താമസമായിട്ട് തലയോലപ്പറമ്പിൽ വന്നു. അപ്പൊ തലയോലപ്പറമ്പിൽ ഒരു പ്രവർത്തനം എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ അങ്ങോട്ട് വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഈ നമ്മുടെ പ്രിൻസിപ്പാളിന്റെ അടുക്കളൊക്കെ തൊട്ടടുത്ത് പോയി പ്രവർത്തനം എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അത് അവരോട് താമസിക്കാൻ എന്തൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഉപസിച്ചു, കർത്താവെ നിന്റെ ഇതുപോലേക്ക് വിടല്ലേ എന്ന് പറഞ്ഞ് ഉപസിച്ചതിന് വേണ്ടി. പക്ഷെ എന്നിട്ട് എന്റെ ദൈവം അങ്ങോട്ട് തന്നെ അയച്ചു. ഞാൻ അവിടെ ചെന്നു. 1 വർഷം പ്രവർത്തിച്ചു. എനിക്ക് ആത്മാക്കളൊന്നും കിട്ടിയില്ല. എനിക്ക് വളരെയധികം ഭാരം തോന്നി. 1 വർഷം അപ്പൊ ഞാൻ കേശവപ്രസാദ് വന്നു, സാറേ 1 വർഷവും ഇല്ല. അപ്പൊ എന്നോട് പറഞ്ഞു, പാസ്റ്റ് അങ്ങനെ ചിന്തിക്കരുത്, ദൈവവേലയിൽ ഇങ്ങനെയാണ്, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ മാസങ്ങൾ എടുക്കാം, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ 1 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ വൈഫിന് ദൈവം ഒരു ദർശനം കൊടുത്തു. അത് ഇങ്ങനെ ചെടി ഇങ്ങനെ വളർന്നു വരുന്നു, പെട്ടെന്ന് അതിനകത്ത് ഒരുപാട് ഫലം ഉണ്ടാകുന്നതായിട്ട്. ഇതുപോലെ തന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ 2-ാം വർഷം ആയപ്പോഴേക്കും അന്ന് കേശവപ്രസാദിന്റെ വീട്ടിലാണ് ആരാധന. ഏകദേശം ഒരു 19 പേര് കൂടുന്ന തരത്തിലേക്ക് ചർച്ച് ഗ്രോത്തായി. അത്രയും പേര് ചർച്ചിൽ വന്നു. ദൈവം വലിയ രീതിയിലേക്ക് ഇത് ചെയ്തു. ചർച്ച് നല്ല ഗ്രോത്തായി വന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഇവിടെ നിന്ന് മാറിക്കോളാൻ പറഞ്ഞു. ഞാനൊരു സുഭാസ പ്രാർത്ഥനയിൽ ഇറങ്ങുമ്പോൾ പറഞ്ഞു, മേഘം പൊങ്ങി പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു, മേഘം പൊങ്ങി പൊക്കോളാൻ കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ വൈഫ് പറഞ്ഞു, ചേട്ടന് വേറെ പണിയില്ലാഞ്ഞിട്ട് പുതിയ ആൾക്കാർ വന്നിരുന്നു, അവിടെ നമ്മൾ ഇട്ടിട്ട് പോകാൻ പാടില്ല. അപ്പൊ ഞാനില്ല, ദൈവം പറഞ്ഞു നമുക്ക് പോകാന്ന് പറഞ്ഞു. ഞാൻ കേശവപ്രസാദോട് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ചോറ്റാനിക്കരയൊക്കെ, എന്നിട്ട് അവിടുത്തെ ദൈവദാസം മാറാൻ നിൽക്കുമായിരുന്നു. അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോ കുറച്ച് പേരെയും കൂടി ദൈവം തന്നു. ഒരു ആത്മഹത്യക്ക് ഇരുന്നേച്ച ഒരു കുടുംബം, പുള്ളിക്കാരത്തി ട്രെയിനിൽ തലവെക്കാൻ പോയിട്ട് നിൽക്കുന്ന സമയത്ത് വേറൊരാൾ വഴി എൻ്റെ അടുക്ക കൊണ്ടുവന്നു. ഇന്ന് ആ കുടുംബമായിട്ട് അവർ ദൈവത്തെ സേവിക്കുന്നുണ്ട്. അവർ മുളന്തുരുത്തിയിലുള്ളതാണ്. അങ്ങനെ ആ ചർച്ചയിൽ കുറച്ച് പേര് അന്ന് സ്നാനപ്പെടാനൊക്കെ ആയിട്ട് ദൈവം കൃപ ചെയ്തു. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ ഒരു 7 കുടുംബത്തോളം ഉണ്ടായുള്ളൂ. പക്ഷെ പെട്ടെന്ന് ദൈവം അവിടെ ഡെവലപ്പ് ചെയ്തു. 10, 45, 50 പേരിൽ മേലെ അവിടെയും വന്നു. ചർച്ച് ഗ്രോത്തായി. അപ്പൊ അവിടെ 3 വർഷം നിന്നു. 3 വർഷം നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു വീട്ടിൽ ബൈബിൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ബൈബിൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, മരുഭൂമിയിലേക്ക് പോകാം. അപ്പൊ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി എന്നുള്ള വാക്ക് പോലെ എനിക്ക് ഈ ചർച്ചിൽ സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ രീതിയിലും ഒരു നല്ല ഗുണം ചെയ്തൊരു സമയമായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുശ്രൂഷയിലും നമുക്ക് ആൾക്കാരോടുള്ള ബന്ധത്തിലും അങ്ങനെ നല്ല രീതിയിൽ വളർച്ച നിൽക്കുമ്പോഴാണ് ദൈവം പറയുന്നത്, മരുഭൂമിയിലേക്ക് പോകാൻ ഫിലിപ്പോസിനോട് പറഞ്ഞ കാര്യമാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു, എന്നെ എങ്ങോട്ടാണ് കർത്താവ്, അത് കർത്താവോട്ട് പറയത്തുമില്ല. ഞാൻ ആകെ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു. ലാസ്റ്റ് ഞാൻ സഭയെ പറഞ്ഞു. പിന്നെ ഞാൻ കേന്ദ്രത്തിൽ പറഞ്ഞു, കേശവപ്രസാദോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, പാസ്റ്റ് ഇപ്പോൾ ചർച്ച് ഗ്രോത്ത് ആയിട്ട് വന്ന സമയമാണ്, പാസ്റ്റ് പോയി ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞു. അവൻ അതല്ല, ഇവിടെ നിന്ന് ഞാൻ ചത്തുപോകത്തുള്ളൂ, എനിക്ക് അതുപോലത്തെ അസ്വസ്ഥയാണ്. ഈ ബന്ധിക്കപ്പെട്ടവനായി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ വാക്കൊക്കെ നമ്മൾ ശരിക്കും ഒരു അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നത്. അവിടെ നോക്കിയ ഒരു കുഴപ്പവും ചർച്ചിലില്ല, എല്ലാവരും നല്ല സന്തോഷമാണ്, ദൈവമക്കളും വിടത്തില്ല, അതുപോലെ സ്നേഹമാണ്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. എന്റെ മകളെ നേരം 9-ാം ക്ലാസ്സിൽ പഠിക്കുക. എന്റെ വൈഫ് വരെയും പറഞ്ഞു 10-ാം ക്ലാസ് ആണ്, 1 വർഷവും കൂടി പുതിയ സ്കൂളിലേക്ക് ചെന്ന് അവിടെ ചെന്ന് കുഞ്ഞൊന്ന് പഠിച്ചു വരുമ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റാതെ പോകും. ഞാൻ പറഞ്ഞു, ദൈവം പറഞ്ഞു നമ്മൾ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനായിട്ട് ഞങ്ങള് പാലാങ്കടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് പ്രവർത്തനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു അമ്മച്ചി വന്നിട്ട് ഞങ്ങൾ ഒരു കൊച്ചവിടെ മരിക്കാൻ കിടക്കുന്ന പോലെ കിടക്കുമോ, പാസ്റ്റൊക്കെ നിന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. ആ അമ്മച്ചി എന്നെ ഒരുപാട് ദേഷ്യപ്പെട്ട ആളാണ് ആരാധന നടക്കുമ്പോ. പക്ഷെ ആ അമ്മച്ചി ഈ സഹോദരനെ കൊണ്ടുവന്നു. ഞാൻ ആ അമ്മച്ചിയുടെ സ്നേഹത്തോടെ ഇടപെട്ടു. അമ്മച്ചി എന്നെ ഒരു ദിവസം വന്നിട്ട് ആരാധന കൊച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. ആ അമ്മച്ചി അടുത്ത ദിവസം തലയപ്പുറമേ നിന്ന് വരുമ്പോൾ ഞാൻ ഓട്ടർഷയുണ്ട്, എനിക്കന്ന് ഓട്ടർഷയുണ്ട്. ഞാൻ ആ ഓട്ടർഷക്കകത്ത് അമ്മച്ചിനെ അമ്മച്ചി എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റി. അത് അമ്മച്ചിക്ക് ഇവർ കുറ്റബോധം. അമ്മച്ചി എന്നോട് പറഞ്ഞു, മോനെ ഇന്നലെ ഞാൻ എല്ലാവരോടും എന്നെ ഇളക്കി വിട്ടിട്ടാ ഞാൻ പോയത്, മോൻ എന്നോട് ക്ഷമിക്കണോട്ടോ. അവൻ അത് സാരമില്ല അമ്മച്ചി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മച്ചി അതിന്റെ പിറ്റേ ദിവസമാണ്
ഒരാൾക്ക് മരണത്തോട് കിടക്കുന്ന ഒരു കുഞ്ഞുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഹിന്ദു കുടുംബത്തിലാണ് അവര്. ഈ കിടക്കുന്ന കുഞ്ഞ് SNDP കുടുംബത്തിലെ. അപ്പൊ എന്നോട് പറഞ്ഞു ആ വീട്ടിലൊന്നും ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോ ആ കുഞ്ഞിന് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉറുമ്പരിച്ച് കിടക്കുക. ഡോക്ടർമാർ ഉപേക്ഷിച്ചു. വല്ലാത്തൊരവസ്ഥ. ഒരു പൊടി കുഞ്ഞുണ്ട്, ജനിച്ചിട്ട് അധികമായിട്ടില്ല, ഭർത്താവ് ഇട്ടിട്ട് പോയി. വല്ലാത്തൊരു സീനാണ്. എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ അതിനോട് കുറച്ചു നേരം പേഴ്സണൽ സംസാരിച്ചാണ് വൈഫും കൂടി സംസാരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് അവരുടെ കുടുംബജീവിതത്തിന്റെ കുറച്ച് കാര്യങ്ങളെ, വ്യക്തിപരമായിട്ട് പുള്ളിക്കാരത്തിന്റെ വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നപ്പോൾ ഞാൻ അത് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇന്ന് നിങ്ങൾക്ക് അത് ഏറ്റു പറഞ്ഞ് ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ആന്ന് പറഞ്ഞു. നമ്മൾ എന്നാ ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം ചെയ്യും, സൗഖ്യമായാൽ എന്ന് പറഞ്ഞ ആരോഗ്യമായാൽ ചർച്ചിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഉറുമ്പരിച്ച അനുഭവത്തിൽ നിന്ന് അതിനെ ദൈവം വീട്ടിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞത്തെ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഓട്ടോറിക്ഷക്ക് അതിനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 10-28 വയസ്സേ ഉള്ളൂ. പക്ഷെ ഞാൻ എടുത്തിട്ട് കയ്യിലെടുത്ത് വണ്ടിക്കകത്ത് കയറ്റി ചർച്ചയിൽ കൊണ്ടുവന്ന് കസേരയെ കൊണ്ട് ഇരുത്തി പാട്ടുപാടി ആരാധന തുടങ്ങിയപ്പോ അതിനകത്തുള്ള ഭൂതം ഇളകി. ഇങ്ങോട്ട് നേരെ ഇളകി കറങ്ങി വന്നു, കാലിന്റെ അടുത്ത് വന്നു. ഒറ്റ ശാസനയിൽ ആ ഭൂതവും പോയി. ആ കുഞ്ഞ് അന്ന് സൗഖ്യമായി. ആ കുഞ്ഞ് അന്ന് ദൈവസ്ഥലിൽ ഒരു തീരുമാനം എടുത്തു, കർത്താവെ എനിക്ക് അധികം നാൾ ആയുസ് വേണ്ട, എനിക്ക് എന്റെ കുഞ്ഞിന് പാല് കൊടുത്ത് എന്റെ കൊച്ചിനെ വലുതാക്കാനുള്ള വരെ ആയുസ് മതി എന്ന് പറഞ്ഞു. ഡോക്ടർമാർ ഉപേക്ഷിച്ചാർന്നേ. പക്ഷെ ദൈവം അത്ഭുതം ചെയ്തു. അതാ ദേശത്ത് ശാന്തിയായിട്ടൊക്കെ ഭയങ്കര, അമ്പലത്തിൽ ശാന്തിയോരായിട്ട് ഭയങ്കര കണക്റ്റുള്ള കൊച്ചായിരുന്നു. അമ്പലത്തിൽ തുള്ളുന്ന കൊച്ചായിരുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അറിയാം ആ കൊച്ചിനെ. അങ്ങനെ പാലാങ്കടം എന്ന് പറയുന്ന സ്ഥലത്ത് അവക്കൊരു 30 വയസ്സ്. 30 വയസ്സുള്ള ഒരു പെണ്ണായിരുന്നു. അവക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കല്യാണം കഴിച്ച അവള് SNDPയും അവളുടെ ഭർത്താവ് നായർ കുടുംബമായിട്ടാണ് കല്യാണം കഴിച്ചത്. ഈ അദ്ദേഹത്തിന് ഇവൾക്ക് വയ്യായികയൊക്കെ വന്നപ്പോ ഇദ്ദേഹം നിരാശപ്പെട്ടിട്ട് ഇട്ടിട്ട് പോയി. അമ്മ, ഈ പെണ്ണിന്റെ അമ്മയാണ് നോക്കേണ്ടത്. ഞങ്ങൾ ചെല്ലുമ്പോ മദലയിലെ അമ്മ തലയടിച്ചിട്ടുണ്ടിരിക്കണേ. ആ അമ്മയും തുള്ളുന്നവരായിരുന്നു, അങ്ങനത്തെ അമ്പലത്തിൻ്റെയൊക്കെ തുള്ളുന്നവരായിരുന്നു. പക്ഷെ അന്ന് ഈ 2 പേരും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടു. അത് മുഖാന്തരം ആ അമ്മ, അവരുടെ അച്ഛൻ, പിന്നെ അവരുടെ നാത്തൂൻ, ഇവരൊക്കെ രക്ഷയിലേക്ക് വന്നു. അവർ സ്ഥാനപ്പെട്ടു. ദൈവസഭയ്ക്ക് പെട്ടെന്നൊരു വിടുതലായി. അപ്പൊ ദൈവം അങ്ങനെ, അപ്പൊ ഈ ദൈവം പറയുമ്പോൾ പോവുക എന്നുള്ളതൊരു വിഷയമാണ്. നമ്മൾ അവിടെ സഭയെ നോക്കി വെച്ചെങ്കിൽ, പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. ഞാൻ പോകുന്ന സഭയിൽ ഇച്ചിരി വിഷയം ഉണ്ടായി. സഭയിൽ വന്ന ദൈവദാസനായിട്ട് സഭയിൽ സ്പ്ലിറ്റ് ഒക്കെ വന്നു. അപ്പൊ എന്നോട് പക്ഷെ ഞാൻ എന്നെ അതിനെ കുറച്ചു നേരം ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ പോയതുകൊണ്ടല്ല ഇങ്ങനെ വന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷെ അദ്ദേഹം തന്നെ പിന്നെ തിരുത്തി പറഞ്ഞു. കാരണം ചർച്ചിൽ ആരും ഇല്ലാണ്ടിരുന്ന വെച്ചാൽ പാലാങ്കടവില് ഏകദേശം 10-28 പേര് കൂടത്തക്ക രീതിയിലേക്ക് അന്ന് വന്നപ്പോ ദേവദാസിന് മനസ്സിലായി എന്നെ ദൈവം അയച്ചാന്ന്. അപ്പൊ അങ്ങനെ ഓരോ നടത്തിപ്പും ഈ ദൈവദാസിന് അറിയാവുന്നതാണ്. ഞാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞ അങ്ങനെ പോകും. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ജീവിതം. 2 വർഷം ഞാനിങ്ങനെ പോയി. അവിടെ 1.5 വർഷം കഴിഞ്ഞപ്പോ ചർച്ച് കുഴപ്പമില്ലാതെ നന്നായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പോണ സമയത്ത് കർത്താവിനോട് പറഞ്ഞു, ഇവരുമായിട്ടുള്ള പ്രവർത്തനം വിട്ടേക്കാൻ പറഞ്ഞു. അതായത് എബനേസർ ബൈബിൾ കോളേജുമായിട്ടുള്ള പ്രവർത്തനം വിട്ടേക്കാൻ പറഞ്ഞു. എന്നോട് കേശവപ്രസാദ് വിളിച്ച് ചോദിച്ചു, പക്ഷേ പൈസക്ക് എന്തെങ്കിലും കുറവാണെങ്കിൽ ഞാൻ തരാം. എനിക്ക് അന്നേരം 10,000 രൂപ തരും. പിന്നെ ചർച്ചിന്റെ ചെറിയ വരുമാനം ഒക്കെ ഉണ്ട്. പക്ഷെ ദൈവം വിട്ടേക്കാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞപ്പോ അവരെല്ലാം ഓപ്പോസിറ്റായി. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. അത് വേറെ ആരാണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെയുള്ള ആൾക്കാരെ കൊണ്ട് ചർച്ച തുടങ്ങാൻ അതൊക്കെ പറഞ്ഞു. സത്യത്തിൽ അതല്ല, ദൈവം പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, ദൈവം പറഞ്ഞെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ദൈവം പറയില്ലേ? ഞാൻ പറഞ്ഞു, അതെനിക്ക് അറിയത്തില്ല, എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് വിടാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ വിടാൻ നിൽക്കുന്ന 6 മാസത്തിന്റെ സമയത്ത് എനിക്ക് അന്നേരം നന്മയൊന്നുമില്ല. ഒരു ഓട്ടോറിക്ഷ മാത്രം ഉണ്ടായത്, അതും കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനിപ്പോ താമസിക്കുന്ന ഇരുന്ന് പറയുന്ന ഈ വീട്, ഈ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അതിന് മുമ്പ് ഒരു ദിവസം വന്നതാ ചോദിക്കാൻ വേണ്ടി. അപ്പൊ അവിടുത്തെ ഓണർ 80,000 രൂപ സെന്റിന് പറഞ്ഞത്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു 40,000 രൂപ ഞാൻ എടുക്കാം സെന്റിന് എന്ന് പറഞ്ഞായിരുന്നു. വെറുതെ പറഞ്ഞതാ, എൻ്റെ കയ്യിൽ ഉണ്ടായില്ല, അന്നും 40,000 ഉണ്ടായില്ല, സെന്റിന് എടുക്കാന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ കുറി ചേർന്നിട്ട് മേടിക്കാന്നുള്ളതിലാണ് നിന്ന് വെച്ചിട്ട് അദ്ദേഹം തരില്ലെന്നും പറഞ്ഞ് അപ്പൊ തന്നെ അങ്ങോട്ട് വിടുകയും ചെയ്തു. പക്ഷെ ഞാൻ അവിടെ നിന്ന് കർത്താവിനോട് വിടാൻ പറഞ്ഞ സമയത്ത് ഈ ആളെന്നെ വിളിച്ചു. പാസ്റ്റ് പറഞ്ഞ റേറ്റ് ഞാൻ തന്നേക്കാം, വരാവോന്ന് ചോദിച്ചു. അപ്പൊ എന്റെ പൈസ ഇല്ല, എന്നെ വേറൊരു സഹോദരൻ വിശ്വാസിയാണ് കൊണ്ടുവന്നത് ഇവിടെ. അപ്പൊ ഇവിടെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന ദിവസം കരാർ എഴുതാന്ന് പറഞ്ഞു. കരാർ എഴുതാന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോ എന്റെ സത്യം പറഞ്ഞ ഒരു 100-150 രൂപ പോക്കറ്റിൽ കിടപ്പുണ്ട്. അതല്ലാണ്ട് എനിക്ക് വേറെ എന്റെ ഡെപ്പോസിറ്റ് ഒന്നുമില്ല, എന്റെ ബാങ്കിൽ ബാലൻസ് ആയിട്ട് ഒന്നുമില്ല. 150 രൂപ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ഫോൺ വഴിക്ക് വെച്ച്, പാസ്റ്റായി ഡേറ്റിന് കൊടുക്കുമ്പോൾ ഒരു അഡ്വാൻസ് ഒരു 50,000 രൂപയെങ്കിലും കൊടുക്കണ്ടേ? 2.5 സെന്റ് 5 സെന്റ് സ്ഥലത്തിന്റെ 50,000 രൂപ കൊടുക്കണ്ടേ? പൈസ ഉണ്ടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അത് എന്തെങ്കിലും ചെയ്യണം.
എന്ന് പറഞ്ഞു. ആ ഒരു കാര്യം ചെയ്യാം, അന്ന് എഴുതാനുള്ള പൈസ ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. എന്നോട് ഒരു ബന്ധമുള്ള ഒരാളല്ല കേട്ടോ, എന്നോട് അങ്ങനെ ഒരു ബന്ധമുള്ള ഒരാളല്ല. 50,000 രൂപ പാസ്റ്റൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് തന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ദൈവം പറഞ്ഞു കേട്ട് വാക്ക് കേട്ട് ഇറങ്ങിയപ്പോ ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ ദൈവം എന്ത് ചെയ്തു, ഒരാളെ കൊണ്ട് കൊടുപ്പിച്ചു. എന്റെ പൈസ ഇല്ലായിരുന്നു, കർത്താവ് പറഞ്ഞത് കേട്ട് ഇറങ്ങി. അപ്പൊ ഈ സ്ഥലം ഇവിടെ കിടപ്പുണ്ട്. ആ സമയത്താണ് ഞാൻ സാറിനോട് പറഞ്ഞ 6 മാസം ഞാൻ ചർച്ചിൽ നിന്നു. ഇത് മേടിച്ചിട്ട് 6 മാസം അവിടെ ചർച്ചിൽ നിന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് പോരാൻ നേരുമ്പോ ശരിക്കും പറഞ്ഞാൽ എന്റെ കയ്യിൽ പൈസ അപ്പോഴും ഇല്ല. എനിക്ക് വാടക എടുക്കാൻ പൈസ ഇല്ല. അവർക്ക് നമുക്ക് വാടക എടുത്ത് വീടെടുത്ത് തരും, പിന്നെ നമുക്ക് ചെറിയൊരു സപ്പോർട്ടും ചെയ്യുമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇതൊന്നുമില്ല, എങ്ങനെ ജീവിക്കും? അച്ഛനുണ്ട്, അമ്മയുണ്ട്, അതിനിടയ്ക്ക് എനിക്കൊരു മോനും കൂടി ഉണ്ടായി. അതൊന്നും ഞാൻ പറഞ്ഞില്ല. വിശ്വാസത്തിലേക്ക് വന്ന് 1998 വിവാഹം കഴിഞ്ഞത്. 2001 വിശ്വാസത്തിൽ വന്നു. 2002 ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ആ സമയത്തിൽ തന്നെ അതിന്റെ തൊട്ട് മുമ്പാണ് മോൻ ഉണ്ടാകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞ എന്റെ സ്വന്തക്കാരൊക്കെ എന്നെ ഒരുപാട് വല്ലാതെ നൊമ്പരപ്പെടുത്തി. ഇവിടെ 2 കുഞ്ഞുങ്ങളുണ്ട്, ആ പ്രായ അച്ഛനമ്മയുണ്ട്, ഈ സമയത്ത് നീ ബൈബിൾ പഠിക്കാൻ പോവാണ്, നീ അവരെ നോക്കേണ്ടി പണിയെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ്. അന്ന് പക്ഷെ എനിക്കൊരു നിവൃത്തിയില്ല. എന്റെ അകത്ത് ദൈവം ഇടപെടുന്നത് കൊണ്ട് ഞാൻ അതിന് സ്റ്റെപ്പ് വെച്ചത്. ശരിക്കും ബൈബിൾ കോളേജിൽ വരാൻ പോലും നമ്മുടെ പൈസ ഇല്ലായിരുന്നു. അതുപോലത്തെ ഞെരുക്കങ്ങളുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞ ഞങ്ങളുടെ ചർച്ച് മാതൃ ചർച്ച് സഹായിക്കാന്ന് പറഞ്ഞാൽ അവിടുന്ന് സഹായിച്ചില്ല. പക്ഷെ അയൽവക്കത്തുള്ളൊരു ഹിന്ദു കുടുംബമാണ് എനിക്ക് പോകാനുള്ള ഡ്രസ്സും ബാഗും ഒക്കെ തന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നടത്തിപ്പ് അങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ചർച്ച വിടാൻ പറഞ്ഞു. ഇവിടെ വിടാൻ പറഞ്ഞപ്പോൾ വാടകയ്ക്ക് പോലും പൈസയില്ല. പക്ഷെ കേശവപ്രസാദ് സാർ പോരുന്ന സമയത്ത് ഒരു 25,000 രൂപ എടുത്ത് എന്റെ കയ്യിൽ തന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളോട് ഇത്ര നാൾ നിന്നതല്ലേ, 12 വർഷം ഞാൻ അവരോട് നിന്നതാണ്, അപ്പൊ അതുകൊണ്ട് ഇത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് തന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ ഞാൻ ഇത് ചെയ്യണം. ദൈവം പറഞ്ഞുകൊണ്ടങ്ങ് വിട്ടു. പക്ഷെ ദൈവം നമ്മൾ പറഞ്ഞത് കേട്ടാൽ ദൈവം നമ്മൾ പറയുന്നത് പോലെ എന്ത് ചെയ്യും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീട് പോന്നു. ഇവിടെ വന്നൊരു വീട് വാടകയ്ക്ക് എനിക്ക് തരാന്ന് പറഞ്ഞിട്ട് ഉറപ്പ് പറഞ്ഞിട്ടായിരുന്നത്. പക്ഷെ ആ വീട് അവസാനം അവർ തന്നില്ല. അവരുടെ അവിടെ നിന്ന് ആൾ ഇറങ്ങിയില്ല. അതുകൊണ്ടാണ് അവർ മനപ്പുറത്തരായിരുന്നല്ല, അവിടെ താമസിച്ച വാടകക്കാർ മാറിയില്ല. അപ്പൊ ഞാൻ വീടൊട്ടും ഇല്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആകെ 3 ദിവസം കൂടി ഉള്ളൂ. അപ്പൊ എന്നോട് ഇവിടെയുള്ള ഒരു ബേബി എന്ന് പറഞ്ഞൊരു അങ്കിളുണ്ട്. അങ്കിള് പറഞ്ഞു, ഫസ്റ്റ് വേറൊരു വീടുണ്ട്, അത് പാസ്റ്റർക്ക് ഇഷ്ടമോ നോക്കാൻ പറഞ്ഞു. ആദ്യം നോക്കുമ്പോൾ നല്ല വീടാ. അപ്പൊ ഞാൻ ചോദിച്ചു വാടക എത്ര? അതിനാണെങ്കിൽ ഒരു 4,000 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ മറ്റേലും പൈസ കുറഞ്ഞു. ലാസ്റ്റ് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്ററല്ലേ, ഒരു 3,000 രൂപ കൊടുത്തായിരുന്നു പറഞ്ഞു. അപ്പൊ നമുക്ക് പൈസ പിന്നെയും കുറച്ച് കിട്ടി. അങ്ങനെ അവിടെ ഞാൻ താമസിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവര് എന്നിട്ട് ചെന്നൈയിലായിരുന്നു, ചെന്നൈയിൽ ജോലി ചെയ്യുമായിരുന്നു. അപ്പൊ എന്നോട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾക്കൊരു പുറത്തേക്ക് പോകാൻ, അമേരിക്കയാണോ UK ആണോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. അപ്പൊ അവിടെ ഏതൊരു സ്ഥലത്ത് എന്നോട് പറഞ്ഞു പോകാൻ വേണ്ടി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് ദിവസം കഴിഞ്ഞപ്പോൾ ആ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ട് അവർ പുറത്തു പോയി. അപ്പൊ ഒരു ദിവസം അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ വാടക ഇനിയിപ്പോ ഒത്തിരി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, കൂട്ടാനാണ്, അത് കുഴപ്പമില്ല, കൂട്ടിക്കോന്ന് പറഞ്ഞു. അതല്ല പാസ്റ്റർ ഇനി ഒരു 1,000 രൂപ വെച്ച് തന്നായിന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും എല്ലാവർക്കും വാടക കൂട്ടി കൊടുക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഇല്ലാത്ത അറിഞ്ഞു. അപ്പൊ ഞാൻ പോകുന്നത് നമ്മുടെ കൈ വീട്ടിലെ കാര്യം കീഴോട്ട് കൊണ്ടുവന്ന് 1,000 രൂപയ്ക്ക് അവിടെ നിർത്തി. അങ്ങനെ ആ വീട്ടില് വാടക താമസിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ വീടിന് വേണ്ടി സ്റ്റെപ്പ് വെക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ജീവനോട് പറഞ്ഞു, പാസ്റ്റേ ഒരു പേപ്പർ അപേക്ഷ എഴുതി നിങ്ങൾ താ, വീടിന്റെ കാര്യമൊക്കെ ദൈവം ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എനിക്ക് സപ്പോർട്ട് ചെയ്തു. ഞാൻ അപേക്ഷ കൊടുത്തു. കുറച്ച് നാൾ വന്ന് താമസിച്ച് എനിക്ക് പെട്ടെന്ന് ഈ സ്ഥലത്തിന്റെ പേരിൽ വീടിന്റെ മറ്റേ ലൈഫിന്റെ പദ്ധതി പ്രകാരം വീടിന് വേണ്ടി ലോൺ സാങ്ഷൻ ആക്കി. അപ്പൊ ഈ ഞാൻ വാടക നിന്നുകൊണ്ട് തന്നെ ഇതിന്റെ കുറച്ച് പരിപാടി ചെയ്തു. പക്ഷെ അപ്പൊ ഞാനിവിടെ വന്നിട്ട് വർക്ക് ചെയ്യാതെ അവിടെ നിന്ന് വിട്ടും പോകുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഈ പറഞ്ഞ ബേബി അങ്കിൾ എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അദ്ദേഹത്തിന് വലിയ വരുമാനമുള്ള മനുഷ്യനല്ല. പക്ഷെ അദ്ദേഹം ഈ ആന്ധ്രയില് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നന്മ കൊടുത്തിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഏത് രീതിയിലാണെന്ന് എനിക്കത് അറിയത്തില്ല. അപ്പൊ അദ്ദേഹം എന്നോട് ദിവസം പറഞ്ഞു, ഫാസ്റ്റേ എന്നോട് ഒന്ന് ആന്ധ്രക്ക് വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എന്താ സുവിശേഷ പ്രവർത്തനമല്ലേ, പിന്നെ വരാം, നമുക്ക് ബൈബിൾ ക്ലാസ് എടുക്കണം, കൺവെൻഷന് പ്രസംഗിക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഞാൻ വെച്ച് വെറുതെ പറഞ്ഞായിരിക്കും വെച്ചത്. പോകാലാന്ന് വെച്ച് 15 ദിവസത്തേക്ക് പോയി. പക്ഷെ കൃപയാൽ അവിടെ ചെന്നപ്പോ ദൈവം 15 ദിവസം ആന്ധ്രാപ്രദേശത്തിൽ പോയി കൺവെൻഷന് പ്രസംഗിക്കാൻ ദൈവം കൃപ ചെയ്തു. അവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഒന്നും നമുക്കൊരു ഓപ്പണിങ് കിട്ടാത്ത അനുഭവമാണ്. ദൈവം പറഞ്ഞ് നമ്മളൊരു വാക്ക് കേട്ടപ്പോൾ ദൈവം നമ്മളെ കൊണ്ടുപോയി പുറത്ത് 350 പേര് കൂടുന്ന ഓരോ സ്ഥലത്തും, ഏറ്റവും ചുരുങ്ങിയ 350 പേരുണ്ട്, അത്രയും പേര് കൂടുന്ന സ്ഥലത്ത് കൺവെൻഷൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കൺവെൻഷൻ പ്രസംഗിച്ചിട്ടില്ല. പിന്നെ അവിടെ പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ, അതുപോലെ അവിടെയുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ
ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ആന്ധ്രയിൽ പോകുമ്പോൾ അവിടെ ഒരു ഭ്രാന്തി ആയിട്ടൊരു സഹോദരി വന്നിരുന്നു. അപ്പൊ ഭയങ്കര ബഹളം വിഷയമാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ സഹോദരി പ്രഗ്നന്റ് ആണ്, ആ സഹോദരി സൈലന്റ് ആണ്. അപ്പൊ അവിടുത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞു അതിന്റെ എല്ലാം ഇത് മാറി. അപ്പൊ ദൈവം അവിടെ നമുക്കൊരു ഉറപ്പ് തന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ദൈവം നമുക്ക് ആ സമയത്ത്, അപ്പൊ നമുക്ക് ഒന്നുകൂടി ദൈവമാണ് നമ്മളെ വിളിച്ചതെന്നും നമ്മളെ നടത്തുന്നതെന്നും മനസ്സിലാക്കാൻ ദൈവം കൃപ ചെയ്യുവാനായിട്ട് ഇടയായിട്ട്. അതിന്റെ സമയം മുമ്പോട്ട് പോയോ? അങ്ങനെ അവിടുന്ന് പിന്നെ 2 പ്രാവശ്യം ആന്ധ്രയ്ക്ക് പോയി. പിന്നെ അതിനുശേഷം ഒറീസക്ക് പോകാൻ ദൈവം അവസരം ഒരുക്കി. മഹാരാഷ്ട്രയിൽ പോയി. ഇവിടെയൊക്കെ ദൈവം ഓരോ അനുഭവങ്ങളിലൂടെ നടത്താൻ ദൈവം ഇടയായി തീർന്നു, വാതിലുകൾ തുറന്നു. പിന്നെ ഞാനിവിടെ വന്ന് അതിനുശേഷം കൊച്ചുപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എറണാകുളത്തിനടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ പാസ്റ്ററുമായിട്ട് ഞങ്ങൾ ഒരു പ്രവർത്തനം തുടങ്ങി. ആ പ്രവർത്തനത്തിൽ ഏകദേശം ഇപ്പോൾ ഒരു 10-65 പേരോടെ കൂടുന്നുണ്ട്. ഞാനുള്ളപ്പോൾ 50 പേരേ ഉള്ളൂ. ഞങ്ങള് പുതിയ ഹിന്ദുക്കളുടെ ഏരിയയാണ്, കംപ്ലീറ്റ് ഹിന്ദുക്കളുടെ ഏരിയ, ആമേട എന്നൊക്കെ പറയും അമ്പലം. അവിടെ ദൈവം ഒരുപാട് ആത്മാക്കളെ തരുവാനൊക്കെ ഇടയായി തീർന്നു. ചർച്ച് ഗ്രോത്ത് ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി. പിന്നെ തൃപ്പൂണിത്തുറയിൽ വർക്ക് ചെയ്തു. അതുപോലെ വല്ലാർവാടം എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്തു. അങ്ങനെ ഓരോ എല്ലാം പൈനിയർ വർക്കാണ് ഞാൻ ചെയ്തത്. പക്ഷെ കർത്താവ് അവിടെ എല്ലാം അത്ഭുതകരമായിട്ട് നടത്താനായിട്ട് ഇടയായി തീർന്നു. ദൈവം ഞങ്ങളുടെ വീട് ശരിയാക്കി തന്നു. പിന്നെ ബാക്കി ഞാൻ കുറച്ച് ലോണൊക്കെ ഇട്ട് വീടൊന്നും കൂടി ശരിയാക്കി ദൈവം നല്ലൊരു വീടാക്കി ദൈവം ഞങ്ങൾക്ക് തന്നു. അതിനിടയിൽ മോളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം വന്നു. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് അന്നേരം ഈ സ്ഥലം മേടിച്ചിട്ട സമയത്താണ് വിദ്യാഭ്യാസത്തിൽ ലോൺ വരുന്നത്. ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ ബാങ്കുകാർ പറഞ്ഞു സ്വർണം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ പ്രാർത്ഥനക്കാരാണ്. അപ്പൊ എന്നെ വെച്ച് വണ്ടി വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു അതുമില്ല, ഒരു ബൈക്ക് മാത്രമല്ല. അത് കൊടുത്ത് എത്ര രൂപ? ഒരു 10-18 രൂപ കിട്ടും. ഇവിടെ അതിന് 3,83,000 രൂപക്ക് അത് വല്ലതും ആകുമോ? അത് പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ ബാങ്ക് ഞങ്ങളുടെ ബാങ്കും അല്ല, വേറെ സ്ഥലത്താണെന്ന് പറഞ്ഞു. നമ്മൾ സാർ എങ്ങനെയെങ്കിലും ചെയ്തു തരുമെന്ന് പറഞ്ഞു. ഞാനല്ല ചെയ്യണത്, എറണാകുളത്ത് നിന്നാണ് ചെയ്യണത് എന്ന് പറഞ്ഞു. അദ്ദേഹം തരാനുള്ള ഒരു ഇതുമില്ല. നമ്മൾ സാറിന് അപേക്ഷ കൊടുക്ക്, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അദ്ദേഹത്തിൽ പറഞ്ഞ് അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. പുള്ളി ഒരു ദേശീയക്കാരൻ ടൈപ്പ് സംസാരിക്കത്തുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ചു, രാജേഷ് അല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. ഞാൻ അതൊക്കെ ഓടി വന്നു. എന്താ സാറേ? ഞാൻ ഇപ്പോൾ വിളിച്ച് പേപ്പർ തരാനായിക്കെന്ന് വിളിച്ചു. എന്താ പറഞ്ഞു? എന്താ സാറേന്ന് വെച്ചാൽ പറഞ്ഞു ലോൺ പാസ്സായിട്ടുണ്ട്. അപ്പൊ എന്റെ ടെൻഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 3,83,000 രൂപ അടക്കണം. എന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല. ബാക്കി ഇവിടുത്തെ കിട്ടിയിട്ട് വേണം ബാക്കി എത്രയാണെന്ന് തീരുമാനിക്കാൻ. 3,83,000 എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് കൊടുത്തേച്ച് എത്രയാണ്? 3,83,000. അത് മുഴുവൻ പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്നവരെ കേട്ടിട്ടില്ല ലോൺ എല്ലാവർക്കും ഒരു ഇത്ര പെർസെന്റ് കൊടുക്കത്തുള്ളൂ. പക്ഷെ എന്റെ ലോണ് 3,83,000 രൂപയും അവര് പാസ്സാക്കി തന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ സാധ്യതയില്ലാത്ത ബാങ്കിൽ ദൈവം അത്ഭുതം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാനിടയായിട്ട്. അപ്പൊ ദൈവം അങ്ങനെ അത്ഭുതകരമായ വഴികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, മോനുണ്ടായ സമയത്ത് 45 ദിവസം കഴിഞ്ഞപ്പോൾ മോന് അസുഖം കൂടി, പനി കൂടി. അവന് അതിന്റെ പേര് എനിക്കറിയത്തില്ല, ശരീരം ഇങ്ങനെ കളർ മാറിപ്പോകുന്ന, നീല കളറായി പോകുന്ന തരത്തിലേക്ക് പോയായിരുന്നു. അപ്പൊ അതിന്റെ ആ സ്റ്റേജിലേക്ക് എത്തിയപ്പോ എല്ലാവരും ഉപേക്ഷിച്ചു കളഞ്ഞു. ഡോക്ടർമാരെ ഞങ്ങൾ മാറി മാറി പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എല്ലാവരും ഉപേക്ഷിച്ചു കളഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ ഈ മോളെ നോക്കിയ ഡോക്ടറുടെ വീട്ടിൽ ചെന്നു. അന്ന് ഡോക്ടർമാരുടെ സമരമായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നേരെ എറണാകുളത്ത് കൊണ്ടുപോകണം, വെന്റിലേറ്ററിൽ കുഞ്ഞിനിടണം, അല്ലെങ്കിൽ കുഞ്ഞിന്റെ കാര്യം ഇതായി പോകുന്നു പറഞ്ഞു. നമ്മൾ സാറേ എന്റെ പൈസയൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ നോക്കാം, പക്ഷേ റിസ്ക് നിങ്ങൾ എടുത്തോളാം. ഞാൻ എന്താണെങ്കിലും എടുത്തോളാം എന്ന് പറഞ്ഞു. അദ്ദേഹം ബ്ലഡ് ചെക്ക് ചെയ്യാതെ മരുന്ന് കൊടുത്തു. പക്ഷെ അതുകൊണ്ട് ദൈവം 5 ദിവസം കൊണ്ട് ആ അസുഖത്തിൽ, അല്ലെങ്കിൽ വെന്റിലേറ്ററിലെ കൊണ്ട് അന്ന് ഇടണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ദൈവം അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മായി അച്ഛൻ, ഞങ്ങള് വിശ്വാസത്തിൽ വന്നപ്പോൾ അമ്മായി അച്ഛൻ, വൈഫിന്റെ ആങ്ങള, അനിയത്തി, അനിയത്തി അത്ര കുഴപ്പമുണ്ടായില്ല. അവരൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് എതിർപ്പായിരുന്നു. അമ്മായിയമ്മ കിഡ്നി ഫെയിലർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അമ്മായിയമ്മയുടെ രക്ഷയെ കുറിച്ച് ഞാൻ പറഞ്ഞു. അമ്മായിയമ്മ രക്ഷിക്കപ്പെട്ടു, പക്ഷെ സ്ഥാനപ്പെട്ടില്ല. അമ്മായിയമ്മ മരിച്ചുപോയ സമയത്ത് വൈഫിന്റെ വീട്ടിലെ അമ്മയുടെ ആങ്ങളമാരെ കൂടി പ്രശ്നമായി. ആ സമയത്ത് എന്റെ അളിയൻ, വൈഫിന്റെ ആങ്ങള, വിശ്വാസത്തിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോ അവൻ ബലിയിട്ടില്ല. കാരണം ഹിന്ദുവാചാര പ്രകാരം മകനാണ് ബലിയിടേണ്ടത്. അവൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പോ അവരെല്ലാം കൂടി പ്രശ്നമായി, എന്നെ തല്ലണമെന്നൊക്കെ പറഞ്ഞു വല്ലാത്ത രീതിയിലായി. അമ്മായിയച്ഛന് ദേഷ്യം വന്ന് ബൈബിളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞു. നീ എന്റെ വീട്ടിൽ കയറെന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടു. അങ്ങനെയൊക്കെയുള്ള വലിയ വിഷയങ്ങളൊക്കെ വന്നായിരുന്നു. പക്ഷേ അല്പം കഴിഞ്ഞപ്പോ ആ അമ്മായിയച്ഛനും വിശ്വാസത്തിലേക്ക് വന്നു. ഇന്ന് എന്നോട് കൂടെ 600 ചർച്ചിലെ മെമ്പറായിട്ടും സുവിശേഷം പറയും, വളരെ തീക്ഷ്ണമായിട്ട് പറയുന്ന രീതിയിലേക്കും ഞങ്ങളുടെ ഒപ്പം പരിശോധന ഒക്കെ വരും. ആ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. അനിയത്തി മാത്രം വിശ്വാസത്തിൽ വന്നിട്ടില്ല. അവൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. കർത്താവിന് വേണ്ടി നമ്മളൊന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ ദൈവം കണ്ടിരിക്കുന്ന അനുഭവം എത്രമാണ് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല.
അത് നമുക്ക് വർണ്ണിച്ചാൽ തീരത്തില്ല. കാരണം എണ്ണിയാൽ തീരാത്ത നന്മകൾ ദൈവം ചെയ്തിട്ടുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് പൈൽസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന, ബ്ലഡ് ഒരുപാട് പോകുമായിരുന്നു. പക്ഷെ ഞാൻ വിശ്വാസത്തിൽ വന്ന് ഉപസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കിപ്പോ അങ്ങനത്തെ ബ്ലഡ് പോകുന്ന ഒരു പ്രശ്നങ്ങളില്ലാതെ ദൈവം അത്ഭുതം ചെയ്യുന്നുണ്ട്. ഒരുപാട് ശരീരത്തിൽ ക്ലേശങ്ങൾ വന്നിട്ടുണ്ട്, അവിടെയൊക്കെ ദൈവം സൗഖ്യം തന്ന ഇന്ന് വരെയും നിർത്തുന്നു. ഇപ്പോൾ ഞങ്ങൾ അറുന്നൂറ്റിമംഗലത്താണ് പ്രവർത്തിക്കുന്നത്. 3.5 വർഷമായി. ഒരു 19 പേര് ഞങ്ങൾ കൂടി വരുന്നുണ്ട്. പുതിയവർക്കാണ്, കത്തോലിക്കരുടെ ഇടയിലാണ്. ഒരുപാട് ദൈവദാസന്മാർ വന്ന് ഇട്ടിട്ട് പോയ ഒരു ദേശമാണ്. പക്ഷെ ഞങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ അങ്ങോട്ട് പോകാൻ നിയോഗിച്ചു. ചില കുടുംബങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു വിഷയമാണെങ്കിലും കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. എത്ര തകർച്ചയിൽ കിടക്കുകയാണെങ്കിലും, ഇനി നടക്കില്ലെന്ന് ലോകം പറഞ്ഞാൽ ദൈവത്തിന് വഴി തുറക്കാൻ കഴിയും. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും. ഏതൊരവസ്ഥ വേണമെങ്കിലും ദൈവത്തിന് ചെയ്യാൻ കഴിയും. പക്ഷെ ആ കർത്താവിന് നമ്മുടെ ഹൃദയം കൊടുക്കുക എന്നുള്ള ചെറിയൊരു കാര്യമാണ് ദൈവം നമ്മോട് പറയുന്നത്. അങ്ങനെ ചെയ്ത എൻ്റെ ജീവിതത്തിൽ ദൈവം ഇന്ന് തന്ന ഏറ്റവും വലിയൊരു കാര്യം സമാധാനം കിട്ടി, സന്തോഷം കിട്ടി, നല്ലൊരു കുടുംബം കിട്ടി. അല്ലെങ്കിൽ ഞങ്ങൾ കുടുംബമായിട്ട്, ഞാൻ മരിച്ചെങ്കിൽ എൻ്റെ കുടുംബം ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ കുടുംബം മരിക്കാതെ ഇന്ന് കുടുംബമായിട്ട് സന്തോഷത്തോട് ജീവിക്കാൻ ദൈവം കൃപ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാത്തിനേക്കാളും ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്താം. അതായത് ഏറ്റവും ഈ ഭൗതിക കാര്യങ്ങളെക്കാൾ കൂടുതൽ വലുത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എല്ലാ മതങ്ങളും പറയുന്നുണ്ടെങ്കിലും മരണത്തിനപ്പുറം പോകാനുള്ള, ഇന്ന് മരിച്ച എവിടെ പോകുന്ന ഉറപ്പ് ഒരു മനുഷ്യർക്കില്ല. ഞാൻ ഹിന്ദു വിശ്വാസത്തിലുള്ളപ്പോ മരിച്ചു കഴിഞ്ഞിട്ടാണ് കർമ്മം ചെയ്യുന്നത്. എൻ്റെ അമ്മായിയമ്മ മരിച്ചപ്പോഴും കർമ്മം ചെയ്യുന്നത് ഞാൻ കണ്ടു. അന്നേരം അവർ പാപത്തിന് വേണ്ടി പരിഹാരം വരുത്താൻ ശ്രമിക്കുക, പക്ഷെ ഒരിക്കലും വരുത്താൻ കഴിയത്തില്ല. ആ ഒരു അനുഭവം തിരിച്ചറിഞ്ഞ് പാപത്തിന് പരിഹാരം വരുത്തി ഇന്ന് മരിച്ചാൽ നിത്യതയിൽ പോകാമെന്നുള്ള ഉറപ്പ് പ്രാപിക്കാൻ ദൈവം കൃപ ചെയ്തു. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ കർത്താവിന് വേണ്ടി നിങ്ങൾ ജീവിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകുക. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കർത്താവ് നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മഹത്യ ഒരു പരിഹാരമല്ല. ഏതെങ്കിലും വിഷയത്തിൽ തടസ്സം വന്നാൽ അവിടെ ഇനി നടക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അടിവര വെക്കണ്ട. അവിടെ ദൈവം പുതിയത് ആരംഭിക്കും. അതിന് ദൈവത്തിന് കഴിയും. എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് ഒരുപാടുണ്ട് പറയാൻ, പക്ഷെ ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുകയാണ്. ദൈവം നിങ്ങൾ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ജോസ് ടിവിയോടും അതിന്റെ സംഘാടകരോടുമുള്ള എല്ലാവിധ നന്ദികളും അറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്നെ വിളിക്കാം, യാതൊരു സംശയമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലും ഈ കർത്താവ് വലിയവ ചെയ്യും. ഇതിനെ കേൾക്കുന്ന ആരെങ്കിലും എല്ലാം വഴി അടഞ്ഞിരിക്കുകയാണെങ്കിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. ആമേൻ. ഓക്കെ പാസ്റ്റേ, താങ്ക് യു പാസ്റ്റേ. കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, കർത്താവ് പിന്നെ ഉപയോഗിക്കട്ടെ അനേക ജീവിതങ്ങളെ രക്ഷയെങ്കിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ഉപയോഗിക്കട്ടെ. അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമാക്കി തീർക്കട്ടെ. ഓക്കെ പാസ്റ്റേ, താങ്ക് യു. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ദൈവദാസനെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അപ്പച്ചന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുന്നു. ഇന്ന് കർത്താവെ, ഇതിനകത്തോടെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ട് സ്തോത്രം. ഇനി കേൾക്കാൻ പോകുന്നവർക്കായിട്ട് സ്തോത്രം. ദൈവമേ, ആരെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമാകണം. അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവർ അറിയുവാൻ കർത്താവ് ഇടയാക്കണമേ. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ സൗഖ്യമാക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് അവർ അറിയുവാൻ കർത്താവ് ഇടയാക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശാരീരികമായ അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നവരുടെ മേൽ ദൈവാത്മാവിന്റെ കരം ചലിക്കണമേ കർത്താവ്. ഒരു സമ്പൂർണ്ണ സൗഖ്യം കർത്താവ് കൽപ്പിക്കണമേ കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. ഇടപാടുകളിൽ കർത്താവെ പേപ്പർ വശമായി കർത്താവെ ചിലത് കുടുങ്ങിക്കിടക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓപ്പണായി വരട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. തലമുണയ്ക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും. കർത്താവെ, ജോസ് ടിവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രായത്തിൽ ദൈവമേ അങ്ങയെ ഉയർത്തുവാൻ ദൈവം ഇങ്ങനെ ഒരു മുഖാന്തരങ്ങൾ നീ ഒരുക്കുന്നല്ലോ. കർത്താവിന്റെ ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന്റെ പിന്നിൽ കർത്താവ് അനേക കുഞ്ഞുങ്ങളുടെ അധ്വാനമുണ്ട് കർത്താവ്. അങ്ങെല്ലാം കാണുന്നല്ലോ. അങ്ങ് വഴികളെ തുറന്ന് വാതിലുകളെ തുറന്ന് ഇതിനെ കർത്താവ് ഒരുപാട് വളർത്തണമേ കർത്താവെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചെറിയ ആരംഭങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവം ഒരു വിശാലതയിലേക്ക് നയിക്കണമേ കർത്താവെ. അനേകർക്ക് അനുഗ്രഹമാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി എന്റെ കർത്താവ് അത്ഭുതം ചെയ്യും. പ്രാർത്ഥന കർത്തായി ഞങ്ങൾ നന്ദി പറയും യേശുവിൻ നാമത്തിൽ. ആമേൻ. താങ്ക് യു പാസ്റ്റേ, താങ്ക് യു. കർത്താവ് സഹായിക്കട്ടെ.